എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലവേഴ്സ് 1 കോടി. ഈ വേദിയിലേക്ക് ഇന്ന് വരുന്ന മത്സരാർത്ഥി ലക്ഷദ്വീപിലെ ആൻഡ്രോ ദ്വീപിൽ നിന്നാണ്. ജന്മനാ ഉണ്ടായ ഒരു രോഗാവസ്ഥ കാരണം മുഖത്തുണ്ടായ രൂപമാറ്റത്തെ അത്ഭുതകരമായ ആത്മവിശ്വാസത്തോടെ കടന്നുചാടിയ ഒരാളാണ് ഈ മത്സരാർത്ഥി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷദ്വീപിലെ ഐക്കണാണ്. ഹെലൻ കെല്ലർ അവാർഡ് ഇന്ത്യയിൽ നേടിയിട്ടുണ്ട്. വരികയാണ് ലക്ഷദ്വീപിൽ നിന്ന് ഉമ്മർ ഫറൂഖ് KK. ആൾക്കൂട്ടത്തിലേക്ക് ഒരു അസാധാരണ മനുഷ്യനായി അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ലക്ഷദ്വീപ് സ്വദേശി ഉമ്മർ ഫറൂഖിനെ ഒരു വിചിത്ര മനുഷ്യനായാണ് മറ്റുള്ളവർ നോക്കിക്കാണുന്നത്. ചുറ്റുമുള്ള ആളുകളുടെ അമ്പരപ്പ് നിറഞ്ഞ ഈ നോട്ടം തന്നെയാണ് ഓർമ്മ വച്ച കാലം മുതൽ ഉമ്മർ ഫറൂഖിനെ വേട്ടയാടുന്നത്. അമ്മ ഒരു ഓർമ്മ മാത്രമായ കുട്ടിക്കാലം രൂപമാറ്റം വന്നുപെട്ട രോഗാവസ്ഥ കാരണം ഉമ്മർ ഫറൂഖിന് ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. ശ്വസിക്കുവാൻ പോലും പ്രയാസപ്പെടുന്ന ജീവിതത്തിലും സ്വപ്നങ്ങൾ കൈവിട്ടില്ല ഈ ലക്ഷദ്വീപ് സ്വദേശി. അപൂർവമായ രോഗാവസ്ഥ തനിക്കായി കരുതി വച്ചിരുന്ന മുഖവൈകല്യത്തെ മനക്കരുത്ത് കൊണ്ട് മറികടന്ന സ്വന്തം ജീവിതത്തിന്റെ പ്രതീക്ഷകളുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് ഉമ്മർ ഫറൂഖ്. ഹായ് കുട്ടേട്ടാ. നമസ്കാരം ഉമ്മർ ഫറൂഖ്. നമസ്കാരം. ഹായ് ഉമ്മർ ഫറൂഖ്. ഹായ്. നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പൊ വരുന്നത് ലക്ഷദ്വീപിൽ നിന്നാണോ അതോ മറ്റേതെങ്കിലും പ്രദേശത്തു നിന്നാണോ? 2 ദിവസമായി ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ കോഴിക്കോട് നിന്ന് വരുന്ന. അപ്പൊ ഇവിടെ ഉണ്ട് അല്ലേ? 2-3 ദിവസമായി 2 ദിവസമായി ഇവിടെ ഉണ്ട്. പഠിച്ചു വളർന്നൊക്കെ എവിടെയാ? ലക്ഷദ്വീപിലാണോ ഇവിടെയാണോ? ഇവിടാണ് കൂടുതൽ കാലം, ചെറിയ കാലം മുതൽ പഠിച്ചു വളർന്നത് കേരളത്തിലാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ കൂടുതൽ കാലം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കേരളത്തിലാ? ഇപ്പൊ ജോലിയായി കേരളത്തിൽ നിന്ന് പോയി. കൂടുതൽ കാലം പഠിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. 10-15 വർഷം. ഈ ശരിക്കും യഥാർത്ഥത്തില് ഉമ്മർ ഫറൂഖിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചു? ഈ മുഖത്തുണ്ടായ മാറ്റം എങ്ങനെയാ വന്നത്? ജനിക്കുമ്പോഴേ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു? ജനിക്കുമ്പോൾ ചെറിയ രീതിയിലുണ്ടായിരുന്നു. അത് വളർച്ച കൊപ്പിച്ച് എല്ലുകളുടെ വളർച്ച കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു ഈ രോഗത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാ? ഇത് എല്ലുകളുടെ വളർച്ച മൊത്തം ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും എല്ലുകളുടെ വളർച്ച ഉണ്ട്. ഈ എല്ലുകളുടെ വളർച്ചയാണോ ഇത്? എല്ലുകളുടെ വളർച്ച നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത എല്ലുകൾ വളരുക? നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത എല്ലുകളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വളരുന്നുള്ള മൊത്തം ബോഡിയുടെ എല്ലാ ഭാഗത്തിലും. ഓക്കെ. ഇത് ഒരുപാട് ആളുകൾക്ക് വരുന്ന അസുഖമാണോ അതോ? ഇല്ല, വളരെ ഒരു 1-2 പീസ് മാത്രമേ ലോകത്ത് തന്നെ ഉള്ളൂ എന്നാണ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠന റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഒരു കേസ് റെക്കോർഡ് വന്നിട്ടുണ്ട് 2006. അതിനുശേഷം ഒരു റിസർച്ച് പോലും ഈ സബ്ജക്റ്റിനെ കുറിച്ച്, എന്റെ ബോഡിയെ കുറിച്ച് ഒരു റിസർച്ച് അടക്കം നടന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ആ ഗവേഷണം ഏത് രീതിയിൽ അവസാനിപ്പിച്ചത്? അവർ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഇപ്പോ വിദേശ സംഘമാണോ? വിക്കിപീഡിയയിൽ കാണുന്നത്. വിക്കിപീഡിയയിലും ലോകത്ത് 2 പേർക്ക് വന്നിട്ടുള്ള ഒരു അസുഖത്തിനാണ് നമുക്ക് 1-2 എന്നാണ് അതിൽ റെയർ കേസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേറെ ഒത്തിരി ഈ മരുന്ന് ഗവേഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ സമീപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും സമീപിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല അല്ലേ? അപ്പൊ എന്താ ഈ രോഗത്തിന്റെ പേര്? കുറച്ച് കടുപ്പമുള്ള പേരാണ്, അത് പറയാൻ പറ്റുന്നില്ല. ലിയാൻഡിയാസിസ് ഓസിയ എന്നല്ലേ? ഡിസ്പ്ലസിയ ഓസിയ എന്നാ പറയുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ രോഗം ഇത് എപ്പോഴാണ് നോട്ട് ചെയ്യപ്പെട്ടത്? ഇത്ര വയസ്സുള്ളപ്പോഴാണ് ഇത് ശരിക്കും 2006 ഞാൻ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ MES പൊന്നാനിയിൽ ഒരു ആക്സിഡന്റ് ആവുന്നു. ദ്വീപിൽ നിന്ന് ഒരു വെക്കേഷന് നാട്ടിൽ പോയ സമയത്താണ് ആക്സിഡന്റ് ആവുന്നത്. അങ്ങനെ തന്നെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നു കേരളത്തിലേക്ക്. അങ്ങനെ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പൊ ഞാൻ ഫുള്ളി മൊത്തം ബോഡി അൺഫിറ്റ് ആയിരുന്നു. അന്ന് അവിടെ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിന് പുറത്തുള്ള റിസർച്ചാണ് ഇത് ഈ അടുത്തേക്ക് എത്തിയത്. അവിടെ വെച്ചാണോ ഇത് മനസ്സിലായത്? അതുവരെ എല്ലുകൾക്ക് വളർച്ച ഉണ്ടായിരുന്നു, പക്ഷെ ആരും മനസ്സിലാക്കിയിട്ടില്ല, ആരും കണ്ടുപിടിച്ചില്ല. അല്ല, അന്നൊക്കെ എന്താ പറഞ്ഞിരുന്നത്? എന്താ അസുഖമായിരിക്കും? ഗസ്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഗസ്സിംഗ് കാണുന്നവർ ഫോട്ടോ എടുക്കും. അങ്ങനെയൊക്കെ ഡോക്ടേഴ്സിനൊക്കെ ജനിക്കുമ്പോഴേ പിറവിയിലെ ഇങ്ങനെ ഉണ്ടായിരുന്നു? പിറവിയിൽ ചെറിയ രീതിയിലായിരുന്നു, ഘട്ടം ഘട്ടമായി വളർന്നു. നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തുവാ ഇതിനകത്ത് പ്രധാനമായിട്ടും? ബോഡി എന്തെങ്കിലും അപകടത്തിലൊക്കെ റിയാക്ട് ചെയ്യും. മൊത്തം ബോഡി റിയാക്ട് ചെയ്യും. ശ്വസിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ എങ്ങനെ? ശ്വസിക്കുന്ന നല്ലോണം വായ തന്നെയാണ് പ്രാധാന്യം. മൂക്കിലൂടെ അല്ല, വായിലൂടെയാണ് കൂടുതലും കാര്യങ്ങളൊക്കെ, ശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഭക്ഷണം കഴിക്കാൻ നോർമലി ഒരു ബുദ്ധിമുട്ടുള്ള സാധാരണ കാണുന്ന പോലെ. ഈ കുറെ വർഷം ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ ഒരു 40 വയസ്സായി.
അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 40 വയസ്സായപ്പോഴേ ഈ ക്രമാനുഗതമായിട്ട് ഇതിന്റെ ആക്രമണം കുറയുകയാണോ അത് കൂടുകയാണോ? ഇപ്പൊ നിന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സ്വമേധയാ കണ്ടെത്തിയത്. ഇതെന്തെങ്കിലും മരുന്നുണ്ടോ? ഇല്ല, മറ്റൊന്നുമില്ല. ഒരു മെഡിസിനും ഇല്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ. കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടക്കുന്നതായിട്ട് അറിയാമോ? ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഉണ്ട് അല്ലേ? കാരണം ഇത്രയും റെയർ കേസാണ്, റെയറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. 2-3 പേർക്കേ ഉള്ളെന്ന് പറഞ്ഞാൽ അതും ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഇത്രയും കൂടി മനുഷ്യ ലോകത്തില്ലേ, അപ്പൊ വളരെ റെയർ ഒരു സംഭവമാണ്. ഈ ഹെലൻ കെല്ലർ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ ഗവൺമെന്റ്? അതെന്തുമായി ബന്ധപ്പെട്ടതാ? ഭിന്നശേഷി മേഖലയിലെ റോൾ മോഡലായിട്ട് കിട്ടിയതാണ്. ഭിന്നശേഷി മേഖലയിൽ കഴിഞ്ഞ 13 വർഷമായി ലക്ഷദ്വീപിൽ ഒരു സംഘടന ഉണ്ടാക്കി. അതിന്റെ സംഘടനാ പ്രവർത്തനം, ലക്ഷദ്വീപിലൊരു സംഘടന ഉണ്ടാക്കുകയും അത് ഒരു ദ്വീപിൽ നിന്ന് മറ്റു ദ്വീപിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ എന്നെ പോലെയുള്ള കുറേ ആളുകളുടെ, ഞാൻ മാത്രമല്ല സംഘടനയിൽ എന്നെക്കാൾ ബുദ്ധിമുട്ടുള്ള എത്രയോ ആളുകൾ, അവരൊക്കെ ഉറച്ച പിന്തുണയുടെ പുറത്ത് മാത്രം വന്ന അവാർഡാണിത്. അവർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഐക്കണാണല്ലേ? അതെ, തെരഞ്ഞെടുപ്പിന്റെ ഐക്കണാണ്. അതെങ്ങനെയാ കിട്ടുന്നത്? അതേ ഈ രാജ്യത്തിന്റെ ഈ അവാർഡുമായി ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാരുടെ ഐക്കണാക്കി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാരെ വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, അവരെ പ്രൊമോട്ട് ചെയ്യുക. അതൊക്കെ ആണ്. ഇല്ല, VIP അല്ല. ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ഐക്കണാക്കിയതുകൊണ്ട് VIP എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ ഐക്കണാക്കി, ഞാൻ ഐക്കണായി. ഇന്ന് എന്നെ 10-20 കൊല്ലം പഴക്കമുള്ള എൻ്റെ ഫ്രണ്ട്സ്, അതേപോലെ എന്നെ 20 കൊല്ലം മുമ്പ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിപ്പിച്ച സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. എനിക്കൊരു റോൾ മോഡലും കൂടിയാണ് സാറ്. അതുകൊണ്ട് എന്നെ ഇവിടെയൊക്കെ എത്തിക്കുകയാണെങ്കിൽ. ഓക്കെ. പിന്നെ അങ്ങയുടെ മുഖമൊക്കെ ആൾക്കാർക്ക് പരിചിതമാ, ചർച്ചയിലൊക്കെ കണ്ട് അല്ലേ? സലീം അടൂർ ആൾക്കാർക്ക് പരിചയമുണ്ട്. അപ്പൊ ഇത് എവിടെയാ നിങ്ങൾ പഠിപ്പിച്ചെന്ന് പറയുന്നത്? കോഴിക്കോട് കാരന്തൂർ മർക്കസ് ഹൈസ്കൂൾ. ഓക്കെ, കാരന്തൂർ അല്ലേ? മർക്കസ് ഹൈസ്കൂൾ അല്ലേ? ഇദ്ദേഹം അന്ന് വരുമ്പോഴും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു? ഏകദേശം ഇതിന്റെ ഒരു 80% അപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്ത കാര്യം? ഇദ്ദേഹം പറഞ്ഞതൊന്നും കാര്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുന്നു. ഇല്ല, അതൊരു ജനറ്റിക് ആണെന്നുള്ളത് വേറെ ചികിത്സ ഡിസോർഡർ ആയിട്ടാണോ ഇത് കണക്കാക്കിയത്? ഓക്കെ, അന്ന് അല്ലേ? പിന്നീട് ഇത് എപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകിച്ചും ഒരു ഗവേഷണത്തിന്റെ ശ്രദ്ധയിലൊക്കെ പെട്ടത് ഇത്? അത് അവൻ ആക്സിഡന്റ് വന്ന സമയത്ത് അവന് നിരന്തരമായിട്ട് ഇഞ്ചക്ഷൻ ഇതൊക്കെ കൊടുത്ത് സ്കാനിങ് ചെയ്തു ആവർത്തിച്ച്. അപ്പോഴാണ് അവൻ പറയുന്നത് എന്റെ ഇത് ശരീരം ഇങ്ങനെ തന്നെയാണ്, നേരത്തെ ഇത് വീങ്ങി തടിച്ച് വന്നതല്ല. അപ്പോ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ പരിശോധനയും ഗവേഷണവും അങ്ങനെയാണ് തിരിയുന്നത്. തുടക്കത്തിൽ ആ ഒരു ഗവേഷണം നടന്നിട്ടില്ല. ഇല്ല, ശരീരം വീങ്ങിയതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ലാതെ ജനറ്റിക് ആയിട്ടുള്ള പ്രയാസമാണെന്ന്. ഓക്കെ. താങ്കൾ റിയാസ് എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാനിവിടെ നാട്ടിലാണ്, ഡ്രൈവർ. ഓക്കെ. നിങ്ങൾ എവിടെ ഒന്നിച്ച് പഠിച്ചത്? മർക്കസിലാണ്. അപ്പൊ അന്നേ ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം? അറിയാം. ഓക്കെ. താങ്കൾ? സാദിഖ്. ഓക്കെ. സാദിഖും മർക്കസിൽ പഠിച്ചാണോ? അതെ, മർക്കസില്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? അതോ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ജോലി ഫ്രണ്ട്ഷിപ്പിനേക്കാളും ഇദ്ദേഹത്തിന്റെ മത്സരത്തിൽ ഇദ്ദേഹത്തിന് കാലിടറിയാലൊന്ന് സഹായിക്കാന്നുള്ളതാണ്. അപ്പൊ അവസാന അധ്യാപകൻ താങ്കൾക്കും സഹായിക്കാം. തീർച്ചയായും. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? മുഖരടി. താങ്കൾക്ക് ലക്ഷദ്വീപിൽ കുറെ കാലം ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാ കൂടുതൽ താല്പര്യം തോന്നിയത് ജീവിക്കാൻ? സ്വന്തം നാട്ടിൽ, ലക്ഷദ്വീപിൽ തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കാര്യം എന്തായിരുന്നു? കേരളത്തിലാണല്ലോ പഠിച്ചൊക്കെ, മർക്കസിലൊക്കെ അല്ലേ കൂടുതലെല്ലാം പഠിച്ചത്? കാരണം എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എൻ്റെ ഉപ്പക്ക് ഇങ്ങനെ തോന്നി. വാപ്പ വലിയ പഠിച്ച ആളൊന്നുമല്ല, സാധാരണ ഹോട്ടലൊക്കെ നടത്തുന്ന ആളാണ്. അങ്ങനെ വാപ്പക്ക് തോന്നി പഠിക്കാനുള്ള മൂഡിലേക്ക് എന്നെ അങ്ങനെ ആക്കിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ സ്ഥലത്ത് എൻ്റെ വിദ്യാഭ്യാസമാണ്. ഓക്കെ. എവിടെ വരെ പഠിച്ചു? ഞാൻ PG വരെ പഠിച്ചു. എന്തായിരുന്നു മെയിൻ? കൊമേഴ്സ്. M.Com ആണ്. ഏത് കോളേജിലായിരുന്നു? ഞാൻ MES കോളേജിൽ ഡിഗ്രിയും PSMO കോളേജിൽ. PSMO തിരുവരങ്ങാടിയാണോ? ഓക്കെ. അവിടെയാണ് M.Com കഴിഞ്ഞത് അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് പാപ്പയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു. പിന്നെ രണ്ട് ബ്രദേഴ്സ്, 2 സിസ്റ്റേഴ്സ്. അവർക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ? അവരെല്ലാം നോർമൽ ആളുകളാണ്. അവർക്കൊന്നും ഒരു പ്രോബ്ലം ഇല്ല അല്ലേ? ഉമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചു. താങ്കളുടെ ഏത് പ്രായത്തിലത്? ഉമ്മയെ കണ്ടിട്ടില്ല, ഓർമ്മയില്ല. കാരണം ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ മരിച്ചു. എന്റെ പ്രായം സ്കൂളൊക്കെ പഠിക്കുന്നതിനെ ഞാൻ 9ാമത്തെ വയസ്സിലെന്നാണ് എന്റെ കണക്ക് നോക്കിയാൽ. അങ്ങനെ ആകുമ്പോൾ എന്റെ പ്രായം കുറെ 4 ഒക്കെ ഉമ്മ മരിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഉമ്മയെ കണ്ടിട്ടില്ല. അങ്ങനെ ഈ അടുത്തേക്ക് നിർത്താനുള്ള ഒരു കാരണം ഉമ്മയാണ്. ഉമ്മ അത്ര എന്നെ സ്നേഹിച്ചിരുന്നു. എന്നെ മറ്റേ മക്കളെക്കാൾ എന്നെ നോക്കണമെന്ന് മരിക്കുന്ന അവസരത്തിൽ പോയി ഉമ്മ പറഞ്ഞിരുന്നു. പല ഡോക്ടറെ, ഉമ്മയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഡോക്ടറും ഞാൻ ഒരു പരിപാടി കോഴിക്കോടിൽ എന്നെത്തിയപ്പോൾ എന്നെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, മോൻ ഇന്ന ഉമ്മയുടെ മകനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്കറിയുന്നത് 20 വർഷം കഴിഞ്ഞ ശേഷം
ആണോ? ഈ കഥ അറിയുന്നത്. 20 കൊല്ലത്തിന് മുമ്പുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു അല്ലേ? ഡോക്ടർ അവിടുത്തെ ഒരു പത്മശ്രീ വാങ്ങിയ ഡോക്ടറാണ് റഹ്മത്ത് ബീഗം. റഹ്മത്ത് ബീഗം എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര എന്താ, ഉമ്മ മടിയിൽ കിടന്നാണ് മരിച്ചത്. ആ ഡോക്ടറാണ് ബാക്കി ഡോക്ടർ വരുന്നു ഇവാക്യുവേറ്റ് ചെയ്താണ് ഒരു ദ്വീപിൽ നിന്ന് മറ്റു ദ്വീപിലേക്ക് സീരിയസ് ആയപ്പോൾ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് ഡോക്ടർ തന്നെ കൊണ്ടുവരുന്ന. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് വന്നപ്പോഴും ഉമ്മ പറയുന്നുണ്ടായിരുന്നു മടിയിൽ, എന്നെ ഈ മകനെ നോക്കണേന്ന്. ആ മകനാണ് ലക്ഷദ്വീപിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ കൊച്ചിയിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്യാൻ മാർഗമില്ലല്ലേ? എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക അല്ലേ? ആശുപത്രിയിലാകണമെങ്കിൽ നമ്മൾ ആംബുലൻസ് പിടിച്ച് പോകാൻ പറ്റത്തില്ല, എയർ ആംബുലൻസേ പറ്റും അല്ലേ? അത് നിരന്തരമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സ്ഥലമാണത്. ഉപയോഗിക്കപ്പെടും. അതിനെല്ലാം വേറെ രക്ഷയില്ല, വേറെ വഴികളില്ല, സാഹചര്യമില്ല. അല്ല, നല്ല ഡോക്ടേഴ്സിനും നല്ല ഹോസ്പിറ്റലും കിട്ടണം, ഇങ്ങോട്ട് വരണം. നിങ്ങൾ 5 മക്കളാണോ 6 മക്കളാണോ? 5 മക്കൾ. 5 മക്കളാ. എനിക്ക് ഏറ്റവും ഇളയതൊരു പെൺകുട്ടിയാണല്ലേ? ഏറ്റവും ഇളയതൊരു പെൺകുട്ടി, അതിന്റെ മേലെ ഞാൻ. അപ്പൊ ആ കുട്ടിയുടെ പിറവിയോടെയാണ് ഉമ്മ മരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞ ഇതില് അങ്ങനെയാണ്. അല്ലെ, എനിക്ക് തോന്നുന്നു ഈ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴേ ഈ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് അവഹേളനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിലൊക്കെ ഈ ചെറിയ പ്രായത്തിലൊക്കെ നടക്കുമ്പോൾ താങ്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ എന്റെ ഫേസ് എല്ലാവർക്കും ഒരു മാതൃകയാണ്, എല്ലാവരും നോക്കുന്ന ഒരു മുഖമാണ്. അതാണ് എനിക്ക് അഭിമാനമാണ്. അതിലുപരി ഞാൻ VIP ആണ്. ഞാൻ എവിടെ പോയാലും എല്ലാരും എന്നെ നോക്കുന്നില്ല. അല്ല, നിങ്ങളാരും ഞങ്ങൾ നോക്കുന്നത്, എന്നെ എല്ലാരും നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്നു. അതൊരു വലിയ കിട്ടലാണ്, ഒന്നും കൊടുക്കാതെ വലിയ കിട്ടലാണ്. കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലാതെ. ഈ ലക്ഷദ്വീപിൽ വെച്ച് എങ്ങനെയായിരുന്നു കുട്ടികളൊക്കെ പരിഹസിക്കുന്ന അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു? അവിടെ എല്ലാവരും അറിയാവുന്നവരാണ്. അവര് ഇനിയിപ്പോ ആരെ തരത്തിൽ കണ്ടാൽ പോലും ഞാൻ ആ തരത്തിൽ കാണേണ്ട ആവശ്യമില്ലാതെയാണ് അവിടെ നിന്ന് വരുന്നത്. വേണ്ട, എനിക്ക് വിദ്യാഭ്യാസം നല്ലോണം വേണം, നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ കേരളത്തിലേക്ക് വരണം. അങ്ങനെ ഞാൻ കേരളത്തിലേക്ക് വന്നത്. നമ്മള് ശരിക്കും ഇത് നമ്മുടെ സലീം അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള റോൾ മോഡലിനെ കണ്ടെത്തുന്നതിന് മുമ്പേ നമുക്ക് അപകടങ്ങൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിന്ന് വരും. തോന്നുമല്ലോ. പഠിക്കുന്ന അവസ്ഥയിൽ വളരെ മോശമായിരുന്നു, ബാക്കായിരുന്നു. കാരണം പഠിക്കാൻ പറ്റത്തില്ല പല കാരണങ്ങളാൽ. ഈ തന്നെ ഒരു കാരണം. എന്റെ വിദ്യാഭ്യാസം ഞാൻ വിചാരിക്കുന്നു പല ക്ലാസ്സുകളിൽ ഞാൻ തോറ്റതാണ്, എന്നെ ജയിപ്പിച്ചതാണ്. ഇന്നാണല്ലോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ വന്നേ. അന്നാണ് എന്നെ ജയിപ്പിച്ചിട്ടുണ്ട് 20 വർഷം മുമ്പ്. സമയത്ത് സ്കൂളിൽ ചേർന്നായിരുന്നോ? ഇല്ല, 9ാമത്തെ വയസ്സിലാണ് ചേർന്നത്. ഈ പ്രശ്നം കൊണ്ടാണ് താമസിച്ചു പോയത്? പഠിക്കാനും പോകാനും അങ്ങനെയൊക്കെ ഒരു സാഹചര്യം പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അവര് പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന്. അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ആ തരത്തിൽ പറയാൻ പറ്റുന്നില്ല. എന്നാലും ലേറ്റ് ആയിട്ടാണ് സ്കൂളിൽ ചേർന്നത്. അല്ല, നമുക്ക് ഇങ്ങനെ ഒരു രൂപമാറ്റം ഉണ്ടാകുന്നതിലും അത് കുട്ടിക്കാലത്ത് നമുക്ക് വേദന എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു ശാരീരികമായിട്ട്? ആൾക്കാരെങ്കിലും നോക്കുമ്പോൾ നമുക്കൊരു ആദ്യം ഫിസിക്കലി പെയിൻ ഉണ്ടായിരുന്നു? ഇല്ല, ഫിസിക്കലി പെയിൻ ഒന്നുമില്ല. ആളുകൾ നോക്കുമ്പോൾ ആ ഒരു പുച്ഛ മനോഭാവം, അതിന്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടായിരുന്നു, ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതെപ്പോഴും ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് വന്നപ്പോഴോ ലക്ഷദ്വീപിൽ വെച്ച് അങ്ങനെ ഇത് പിന്നെ പഠിക്കാൻ ഇവിടെ വന്നു? അത് പഠിക്കുന്നത് എവിടെ നിന്ന് വന്നാലും പുതിയൊരു ആളെ കാണുമ്പോൾ, പുതിയൊരു രൂപത്തിനെ കാണുമ്പോൾ ആളുകൾ ഏത് തരത്തിലാണ് ക്യാച്ച് ചെയ്യുന്നത് സാറിന് എന്നെക്കാൾ കൂടുതൽ അറിയുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആളുകൾ അങ്ങനെയാണ് എന്നോട്. പുതിയതല്ല, ഇപ്പോൾ എവിടെ പോയാലും, റെയിൽവേയിൽ പോയാലും ബസ് സ്റ്റാൻഡിൽ പോയാലും എവിടെ പോയാലും ആൾക്കാരെ നോക്കുന്നു. ഒരു പുതിയ ഈ ലക്ഷദ്വീപ് വിട്ട് ഇങ്ങോട്ട് വന്നതേ ഇവിടെ മെച്ചപ്പെട്ടൊരു സാഹചര്യം ഉണ്ട് പഠിക്കാൻ. എന്തുകൊണ്ടാണോ? മെച്ചപ്പെട്ട സാഹചര്യം തന്നെ. വീട്ടിലുള്ളവരൊക്കെ എവിടെയാണോ പഠിച്ചത്? എൻ്റെ ജ്യേഷ്ഠനും ബ്രദറൊക്കെ പഠിച്ച ഡിഗ്രിയാണ് അവരൊക്കെ വന്ന് പഠിച്ചത്. ഞാൻ ചെറിയ ക്ലാസ്സിൽ നിന്ന് വന്ന് പഠിച്ചു. ഈ മർക്കസിലേക്ക് എത്തിയതിനു ശേഷമേ ഈ കുട്ടികളിൽ ഒരു മാറ്റം ഉണ്ടായോ നമ്മളുള്ള പെരുമാറ്റത്തിലും രീതികളിലും ഒക്കെ തന്നെ? നല്ല മാറ്റമുണ്ട്. എന്നെ അവിടെ എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. എനിക്ക് തരേണ്ട അനുഗമയും അനുസരണയും സ്നേഹവും ഒക്കെ തന്നു. പ്രത്യേകിച്ച് മർക്കസിന്റെ സാരഥി AP അബൂബക്കർ മുസ്ലിയാർ എനിക്ക് ഉറച്ച സപ്പോർട്ടും പിന്തുണയും തന്നിരുന്നു. നീ ഭയങ്കര സംഭവമാണ്, നീ പഠിക്കണം, നീ പഠിച്ചു കഴിഞ്ഞാൽ നീ പഠിച്ച് ജയിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അന്ന് കുറെ ആൾക്കാരെ നിന്നെ നോക്കി കരയുന്ന കാലഘട്ടം വരുമെന്ന് AP പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞ ഞാനിങ്ങനെ പല സമയത്ത് കരയുന്നത്. ആ പ്രഡിക്ഷൻ കറക്റ്റ്. വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ടാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിനെ നേരിട്ട് അറിയാവുന്ന ആളാണോ? നല്ലോണം നേരിട്ട് അറിയാം. പഠിക്കുന്ന സമയത്ത് അറിയാമോ അതോ പിന്നീടാണോ അറിഞ്ഞത്? ഇല്ല, പഠിക്കുന്ന കാലം മുതൽ എന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നിന്നെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ദിവസം വരും. അഭിമാനിക്കുന്ന ദിവസം അതിനുവേണ്ടി പഠിക്കാൻ പറഞ്ഞു. പഠിക്കാൻ പറഞ്ഞു. ഓക്കെ, ആ പ്രഡിക്ഷൻ കറക്റ്റായി, പ്രവചനം ശരിയായി. അപ്പൊ താങ്കൾക്ക് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവചന സ്വഭാവമുള്ള ഒരു കാര്യമാണുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന് ശേഷം പഠിക്കാൻ കുറച്ചുകൂടെ ആവേശമായി. ഞാൻ പറഞ്ഞില്ലേ, 9ാം ക്ലാസ് വരെ ഞാൻ പാസ്സാക്കിയത് തട്ടിപ്പാസാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് പാസ്സാക്കുന്ന രീതിയിൽ എന്നെ 20 കൊല്ലം മുമ്പ് ആ സിസ്റ്റം എന്നെ പാസ്സാക്കി, എന്നെ മാത്രം. ഞാൻ 10ാം ക്ലാസ്സിലാണ് ശരിക്കും പഠിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാത്സിന് 89 മാർക്ക് എടുത്തു. ഈ 7, 8, 9 തോറ്റ അല്ലെങ്കിൽ മാർക്ക് വളരെ കുറഞ്ഞ ഒരാള് 10ാം ക്ലാസ്സിൽ എൻ്റെ പബ്ലിക് എക്സാമിന്റെ മാർക്ക് അത് ഉസ്താദിന്റെ
കണ്ടെത്തൽ തന്നെയാണ് ഉസ്താദ്. എന്നെ മോട്ടിവേറ്റ് ചെയ്തതിന്റെ പുറത്താണ് ഞാൻ പഠിക്കുന്നത്. അതിന് ഫുൾ പിന്നീട് കാന്തപുരത്തെ പോയി കണ്ടായിരുന്നു? ഇടക്കിടക്ക് പോയി കാണാറുണ്ട്. ആണോ? അവാർഡ് കണ്ടപ്പോ ഇതിനെ അർഹിച്ചത് തേടിയെത്തി അതൊക്കെ പറഞ്ഞു ഉസ്താദ്. അന്ന് പറഞ്ഞത് കാന്തപുരത്തിന് ഓർമ്മയുണ്ടോ? ചില ഫോർവേഡോ ഇല്ല. നമ്മളൊക്കെ വലിയ താല്പര്യമുള്ള ആളാ അദ്ദേഹം. എന്നോട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഓക്കെ, എന്നോട് ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ സ്ഥാപനത്തോടും ഒക്കെ വലിയ ബന്ധമാണ്. 24 ഒക്കെ എപ്പോഴും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അതെങ്ങനെ നമ്മുടെ സ്ഥാപനം കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ടു പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരാളാണ്. വളരെ സന്തോഷം. അപ്പോൾ താങ്കൾ ശരിക്കും മർക്കസിന്റെ ബോർഡിങ്ങിലാണ് പഠിച്ചല്ലേ? മർക്കസ് ബോർഡിങ്ങിൽ 4-5 വർഷം പഠിച്ചിട്ടുണ്ട്. ബോർഡിങ്ങിലുള്ള കുട്ടികളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളെ ഒരു കരുണാർദ്രമായ മനസ്സോടെ സമീപിക്കുകയാണോ അതോ? എന്റെ ബന്ധം ഇവിടെയുള്ള ഞാൻ ഇവിടെ വന്നിട്ട് അധികം ലോഡ്ജിലൊന്നും താമസിക്കാറില്ല. എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലാണ് താമസിക്കാറ്. അന്ന് പഠിച്ച ഫ്രണ്ട്സിന്റെ വീട്ടിൽ. ഇപ്പോഴും അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ എവിടെയും പോയി നിൽക്കാറുണ്ട്. അത്രയും ബന്ധം. ഞാൻ കേരളത്തിലെ പല ജില്ലകളിലും പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് അവരുടെ ഭക്ഷണം കഴിച്ച് ആ ബന്ധം ഇന്നും പുലർത്തുന്നു. ഏത് പോസ്റ്റിലേക്ക് എത്തിയാലും ഇപ്പോഴും ആ ലെവലിൽ തന്നെ ജീവിക്കാനാവില്ല. അത് മർക്കസിൽ നിന്ന് കിട്ടിയ ഒരു വലിയ കണക്ഷനാണ്. കോളേജിൽ പഠിച്ചപ്പോഴോ? കോളേജിൽ പഠിച്ചപ്പോൾ തിരുരങ്ങാടി പൊന്നാനി MSMOയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായി. നല്ല സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും പ്രത്യേക പഠിക്കുന്ന ദ്വീപ് എന്ന് വന്നതാണ്. ദ്വീപിൽ നിന്നൊരു പ്രത്യേക പഠിക്കാനുള്ള മൂഡിൽ നല്ല ആത്മാർത്ഥമായിട്ട് വന്ന്. പിന്നെ PSML ഹോസ്റ്റലൊന്നും ഇല്ലായിരുന്നു, പുറത്തു നിന്നാണ്. അപ്പൊ അവിടെ കുറച്ചും കൂടി പ്രിഫറൻസ് തന്നിരുന്നു അവിടുത്തെ മാനേജ്മെന്റ് എല്ലായിടത്തും. MES പൊന്നാനിന്നും അതുപോലെ. M.Com പഠിച്ചോണ്ടിരിക്കുക. പിന്നെ ജോലിക്ക് വല്ലതും പോയോ? ഇപ്പൊ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനാണ്. ഓ, അത് ശരി, അതെനിക്കറിയില്ലായിരുന്നു. അതാണ്. കേന്ദ്ര സർക്കാർ സർവീസിൽ എവിടെയാ ജോലി? ലക്ഷദ്വീപിലാണോ? സ്കൂളിലെ ലൈബ്രറിയനാണ്. എവിടെയാ? കവരത്തി ഹൈസ്കൂൾ. കവരത്തി ഹൈസ്കൂളിൽ അവിടുത്തെ ലൈബ്രറിയനാണ്. ലൈബ്രറിയനാണ്. അതെനിക്കറിയില്ലായിരുന്നു. 10 വർഷമായി. എത്ര വർഷമായി? 10 വർഷമായി. 10 കൊല്ലമായി. അപ്പൊ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ്. അപ്പൊ ഈ മോട്ടിവേഷണൽ പ്രസംഗമൊക്കെ ഉണ്ടല്ലോ. മോട്ടിവേഷൻ പ്രസംഗമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ഫീൽഡിൽ ഞാൻ ഇപ്പൊ പറയുന്നത് എന്നെ ഇവിടെയൊക്കെ നിർത്തിയതിൽ ഞാൻ ഈ സമൂഹത്തോടും ലക്ഷദ്വീപ് രാജ്യത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരോടും അവരുടെ രക്ഷിതാക്കളോടും പറയുന്നത് ഞാൻ മോട്ടിവേഷന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിലൂടെ കണ്ട് അവർ പഠിക്കട്ടെ. അവരിൽ പലരും വിചാരിക്കുന്നത് അവരങ്ങനായി ഇവരിങ്ങനായി. ദൈവം എന്തിനും അവർക്ക് ഇങ്ങനെ കൊടുത്തു? ഇത്രയും ആളുകൾ, ഇത്രയും കോടി ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു പാരൻസിന് അല്ലെങ്കിൽ ഒരു ഉപ്പക്കും ഉമ്മക്കും ഇങ്ങനെ ഒരു മകനെയും മകളെയും എന്തിനു കൊടുത്തു? അത് അഭിമാനിക്കുന്നതാണ്. അവർക്ക് അതിന് ഫിറ്റു. അവരാണ് അതിൽ കഴിവുള്ളവരെന്ന് ദൈവം കണ്ടെത്തിയതാണ്. അതാണ് എൻ്റെ കണ്ടെത്തൽ. അത് ഞാൻ തന്നെ മാതൃകയാണ്. എൻ്റെ രക്ഷിതാക്കളെല്ലാം നല്ല സ്മാർട്ട് ആളുകളുടെ. എന്നിലൂടെ എൻ്റെ വാപ്പ അറിയപ്പെട്ടു, എൻ്റെ നാടിന് അറിയപ്പെട്ടു. അത് അഭിമാനിക്കുന്ന ഒരു കാര്യം, സന്തോഷമുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ വണ്ടികളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പൊതുവെ ആൾക്കാരുടെ ഒരു സമീപനം എങ്ങനെയാണ്? ഇപ്പോഴും അയ്യോ മനോഭാവം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ സിമ്പതി ഓപ്ഷന് എതിരാണ് ഞാനിപ്പോ. ഇപ്പൊ ബസ്സിലൊക്കെ എഴുതി വെക്കുന്നില്ലേ, ഇവർക്ക് സീറ്റ് വികലാംഗർക്ക്. ഒന്നും പറയേണ്ട. ഒരു കണ്ണ് കാണാത്ത ഒരാൾ വന്നാൽ സാധാരണക്കാർ എണീറ്റ് നിന്ന് കൊടുത്താൽ പോരെ. അതാണ് എന്റെ അവർക്ക് സംവരണം ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് താങ്കൾ പറയുന്നത്. സംവരണം ഉണ്ട്. അവർ വന്നാൽ എണീറ്റ് കൊടുക്കുക. എല്ലാവരും അങ്ങനെ എഴുന്നേറ്റ് കൊടുക്കണമെന്നില്ല. അതാണ് പ്രശ്നം. ഇന്ത്യയിൽ മാത്രമേ ഇതുള്ളൂ. മറ്റുള്ളിടത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ കൊടുത്ത സംവരണം എന്നല്ല. എല്ലാവർക്കും അവർക്ക് അർഹത ഉള്ളത് കൊടുക്കുന്നു. കാനഡയിലും ഓസ്ട്രേലിയയിലും ഞാൻ കുറെയൊക്കെ റിസർച്ച്, ചെറിയ റിസർച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒന്നും മനസ്സിലാക്കി എന്തോ അവിടെയൊക്കെ ഈ സർട്ടിഫിക്കറ്റോ അങ്ങനെ ഒന്നും വേണ്ട. എല്ലാം ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ മതി. എണീറ്റ് പോയി പോകും. നമ്മുടെ ആൾക്കാർ അത്ര ആയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ കേരളത്തിൽ എന്നാലും മെച്ചമുണ്ട്. മറ്റ് സംസ്ഥാനക്കാളും മറ്റ് രാജ്യത്ത് കേരളം മാതൃകയാണ്. അതിനും കുറച്ചൊക്കെ മാതൃകയാണ്. സ്കൂളുകളായാലും സ്പെഷ്യൽ സ്കൂളുകളായാലും ഇവരെ കെയർ ചെയ്യുന്ന സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളായാലും അത് കൂടുതലാണ് കേരളത്തിൽ. താങ്കൾ ഒരിക്കൽ പറയുണ്ടായി താങ്കളുടെ ജീവിതം മാറ്റിമറിച്ചത് ഈ നാടും, അതായത് കേരളവും കേരളത്തിലെ ആളുകളുമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അതാ ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന വിദ്യാഭ്യാസം മൊത്തം ഈ കേരളത്തിൽ നിന്നാണ്. വിദ്യാഭ്യാസമാണ് എന്നെ ഇവിടേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ നാഷണൽ ഹെലൻ കെല്ലറിലേക്കും ഭിന്നശേഷി സമൂഹത്തിലെ ഒരു സംഘടന ഉണ്ടാക്കാനൊക്കെ പ്രേരിപ്പിച്ചത് കേരളമാണ്. കേരള മോഡലാണ്. അത് ആത്മാർത്ഥമായി എവിടെ നിന്നും പറയും. ഈ കേരളത്തിൽ താങ്കൾ കിട്ടുന്ന പരിഗണനയും സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ ആദ്യകാലത്തൊന്നും ലക്ഷദ്വീപിൽ കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു താങ്കൾ? ലക്ഷദ്വീപിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. കേരളത്തിൽ ഞാൻ ബസ്സിന്റെ റിസർവേഷൻ കണ്ടിട്ടാണ് ലക്ഷദ്വീപിലെ കപ്പൽ റിസർവേഷൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ കുറെ സ്കൂൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, കേരളത്തിലെ ഇൻക്ലൂസീവ് സെറ്റപ്പ് കണ്ടിട്ടാണ് ദ്വീപിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കി. ചക്കര എന്ന് പറഞ്ഞ് നമ്മുടെ കോഴിക്കോട് തണലും സംയുക്തമായി അത് ഇവിടെ നിന്ന് പഠിച്ച് അവരുടെ സപ്പോർട്ടോടുകൂടി ചെയ്തതാണ്. ആദ്യകാലത്തൊക്കെ താങ്കള് ഈ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ വെക്കേഷനിൽ പോലും ലക്ഷദ്വീപിലൊന്നും ആൻഡ്രോത്ത് ദ്വീപിലൊന്നും പോകാറില്ലായിരുന്നു. താങ്കൾ ഇവിടെ തന്നെ അങ്ങ് ചടഞ്ഞു കൂടുകയായിരുന്നു. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ സേഫും സെക്യൂറും സ്നേഹപരിസരമായിട്ടുള്ള ആൾക്കാരും ഒക്കെ ആണെന്ന് മനസ്സിലാക്കി. സുഹൃത്തുക്കളെ വീട്ടിലല്ലേ കഴിഞ്ഞിരുന്നത് കൂടുതലും അല്ലേ? ഹോട്ടലിൽ താങ്കൾക്ക് നിഷിദ്ധമാണ്. ഹോട്ടൽ അങ്ങനെ പോകാറില്ല? അല്ല, ഹോട്ടലിൽ പോകും. കുട്ടികളോട് ഒന്നിച്ച് കമ്പനി അടിച്ച് പോകും. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലേ? എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സേഫ് ആണ് കേരളം. കാരണം എന്നെ നോക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിവാണ്. എപ്പോഴും ഞാൻ 6 മാസത്തിൽ കൂടുതൽ ഇവിടെയാണ്. എന്റെ നാട്ടിൽ ഫറൂഖിന്റെ ലോക്കൽ ഗാർഡിയൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത്. ഞാൻ അവിടെ വീട്ടിൽ വളർന്ന് അവരുടെ
എന്നെ അവരിൽ ഒരാളാക്കി അവർ വളർത്തിയതാണ്. ആണോ? ആ. ഓക്കെ. കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ച ഒരു മോളുണ്ട്. ആണോ? ഓ, അത് ശരി. ഓക്കെ ഓക്കെ. കല്യാണം കഴിച്ച ആരെയാ? ഒരു സ്പെഷ്യൽ ടീച്ചറിനെ. ആണല്ലേ? എവിടെ വെച്ച് കണ്ടുമുട്ടി? അവരൊരു സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ്. എവിടെ പഠിക്കായിരുന്നു? ഇവിടെ നമ്മുടെ മട്ടാഞ്ചേരിയിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ രക്ഷ. അവിടെ ഒരു ഒഫീഷ്യൽ വിസിറ്റിന് വേണ്ടി ആ സ്കൂളിലെ പ്രിൻസിപ്പൾ വിളിച്ചപ്പോൾ പോയപ്പോൾ ഇവിടെ കുറെ ദ്വീപിലെ കുട്ടികൾ പഠിക്കുന്നു. അവരുമായി ഇങ്ങനെ സംസാരിച്ചു, എന്തൊക്കെയുണ്ട്, നിങ്ങൾ ഇത് പഠിച്ചിട്ട് അവിടെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെ ഇത് വെറുതെ ഇങ്ങനെ പഠിച്ചതാണോ, ഇത് കുറച്ചും കൂടി കമ്മിറ്റഡ് ഉള്ള കോഴ്സാണ്. ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവർ എനിക്കൊരു ടാസ്ക് ആണെന്നു, സാർ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാമെന്ന്. അവരെല്ലാ ദ്വീപിലും പോയി ദ്വീപിലെ ഭിന്നശേഷി കുട്ടികളെ കുറിച്ച് കണക്കെടുത്തു, പഠനം നടത്തി. അതിൻ്റെ പുറത്താണ് ദ്വീപിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് അതിനുശേഷമാണ് ഒരു ചക്കര എന്ന് പറഞ്ഞ സ്കൂൾ തുടങ്ങിയത്. അതൊക്കെ അവരിലൂടെ വന്നതാണ്. അതൊന്നും ഓർമ്മ. താങ്കൾ തുടങ്ങിയ സ്കൂളാണോ ചക്കര? ആ, ചക്കരയുടെ. ചക്കരയുടെ ഫുൾ ഫോം എന്തുവാ? ചക്കര എന്ന് പറഞ്ഞ ദ്വീപിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ്, മധുരമുള്ള സാധനം. അതാണ് ലക്ഷദ്വീപിലെ ഭിന്നശേഷി കുട്ടികളെന്ന് കണ്ടെത്തിയതാണ് ഞാൻ ആ വാക്കിലേക്ക്. സ്കൂളിന്റെ ഫുൾ നെയിം എങ്ങനെ? ഇംഗ്ലീഷിൽ എങ്ങനെയാ? ചക്കര സെന്റർ ഫോർ കെയർ ആൻഡ് റിഹാബിലിറ്റേഷൻ. ഓ, അത് ശരി. അങ്ങനെയാണ് സ്കൂളിന്റെ പേര് അല്ലേ? അവിടെ ഈ ഡിസേബിൾഡ് കുട്ടികളാണോ പഠിക്കുന്നത്? ഭിന്നശേഷി കുട്ടികളാണ്. എല്ലാം ഭിന്നശേഷി. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരു 7-8 വർഷമായി. സുഖമായിട്ട് പോകുന്നു. ദാമ്പത്യം ഒരു ടെൻഷൻ ഇല്ലാതെ പോകുന്നു. അപ്പൊ ഈ സ്കൂളിന്റെ അവസ്ഥ എന്താണ് ഇപ്പൊ? സ്കൂളിൽ നല്ല രീതിയിൽ നല്ല മാനേജ്മെന്റ് ആണ്. അവിടുത്തെ സ്റ്റാഫൊക്കെ അടിപൊളിയാണ്. അവർക്കൊക്കെ പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുത്ത് ഇവിടെ നിന്നുള്ള ആൾക്കാരുടെ ട്രെയിനിങ് മന്ത്ലി കൊടുക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 2 എക്സ്പെർട്ടറെ കൊണ്ടുപോയി. വീണ്ടും അവിടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും ഞാൻ അവരെ 2 പേരെ കൊണ്ടുപോയി കാര്യങ്ങൾ പഠിച്ചു, റിപ്പോർട്ട് വെപ്പിച്ചു. വീണ്ടും അത് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടാക്കാനുള്ള മൂവ്മെന്റിലേക്ക് പോകുന്നു. ആ ചക്കരയുടെ ബ്രാഞ്ചുകൾ മറ്റു ദ്വീപുകളിലേക്ക്, ഇതൊരു ദ്വീപിൽ മാത്രമേ ഉള്ളൂ, അടുത്തത് കവറത്തിയിലും മമിനിയിലും മിനിക്കോയിലും എൻട്രി ചെയ്യാനുള്ള മൂവ്മെന്റിലേക്ക് ഭാഗമായാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ താങ്കൾക്ക് എന്തായാലും നല്ല വിദ്യാഭ്യാസം കിട്ടി. താങ്കൾക്ക് ഈ അപകർഷതയൊന്നും ഉണ്ടാകാതെ ഇതിൽ നിന്നൊക്കെ ചാടിക്കടക്കാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വിദ്യാഭ്യാസം കിട്ടാത്ത ഒത്തിരി ഭിന്നശേഷി കുട്ടികൾ കേരളത്തിലുണ്ട്. അതേസമയം അല്ലാത്ത കുട്ടികളും ചിലപ്പം പിന്നെ വിദ്യാഭ്യാസം കിട്ടിയവരുണ്ടാകും. അവരോട് താങ്കൾ എന്താ പറയുന്നത്, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളതല്ലേ? അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരും നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ കാണുന്ന സാധാരണക്കാരെ പോലത്തെ ഒരു ജന്മം നൽകിയ ഒരു ഉമ്മക്കും ഒരു ഉപ്പക്കും വന്ന കുട്ടിയാണ്. അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം അതൊരു അയ്യോ മനോഭാവത്തിൽ അവർക്ക് കൊടുക്കാതെ, അല്ലെങ്കിൽ അവർ അവിടെ വീട്ടിൻ്റെ അകത്തിലാണ് ഇരിക്കേണ്ടത് എന്ന മനോഭാവം മാറ്റിയെടുക്കണം. അതിപ്പോൾ ഞാൻ പല സ്ഥലത്തുനിന്നും പല രക്ഷിതാക്കളോട് സ്പെയർ ചെയ്തപ്പോൾ പലതും പറഞ്ഞത്, ഞാൻ എങ്ങനെ ഈ മകനെയും കൊണ്ട് ഈ മകളെയും കൊണ്ട് പൊതുപരിപാടിക്കും ഇങ്ങനെയൊക്കെ പോകും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മുഖം നോക്ക്, ഞാൻ ഈ സമൂഹത്തിടെ ഇറങ്ങിയത് ഇതൊക്കെ അതിജീവിച്ചാണ്. വിദ്യാഭ്യാസം എങ്ങനെ, എന്തോ ഒരു സ്കില്ലുണ്ട്, എന്തോ ഒരു കഴിവ് ആ കുട്ടിക്കുണ്ട്, അത് കണ്ടെത്തുക. അത് മാത്രമാണ് സമൂഹം ചെയ്യേണ്ടത്, പൊതുസമൂഹം. ഇതേപോലത്തെ ലക്ഷദ്വീപിലെ ഭിന്നശേഷി കുട്ടികളുടെ എൻ്റെ വാപ്പ ആ പ്രായത്തിൽ എന്നെ പഠിക്കാൻ കൊണ്ടുവന്ന് വിട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അങ്ങനെ പഠിക്കാൻ പറ്റാത്ത കുറേ ആളുകൾ ദ്വീപിൽ നോർമലി വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്ന ഒരുപാട് ഭിന്നശേഷി കുട്ടികൾ ദ്വീപിലുണ്ടോ? ആ, ദ്വീപിലുണ്ട്. ഇപ്പൊ ഗോയിങ് ഓൺ. കേരളത്തിലെ കൊളത്തറ സ്പെഷ്യൽ സ്കൂളും റഹ്മാനിയ സ്കൂളുകളിലും അങ്ങനത്തെ കുറെ കേരളത്തിലെ സ്കൂളുകൾ കൊണ്ടുവന്ന് അവരുടെ റെക്കമെൻഡേഷനിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ മൂവ്മെന്റ് ഒക്കെ നടത്തി ദ്വീപിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദ്വീപിൽ ഇപ്പൊ ചക്കര തുടങ്ങി. ചക്കരയുടെ മൂവ്മെന്റ് ആ തരത്തിലേക്ക് വരണമെങ്കിൽ നല്ല സപ്പോർട്ട് വേണം. കോമൺ ജനങ്ങളുടെ സപ്പോർട്ട്, ഗവൺമെന്റിന്റെ സപ്പോർട്ട്. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഗവൺമെന്റിന് എന്തെങ്കിലും കിട്ടണം. അതല്ല, ഗവൺമെന്റിനുള്ള അതേ ഉത്തരവാദിത്വം ഓരോ പൊതുസമൂഹത്തിനും ഉണ്ട്. ഗവൺമെന്റിന്റെ പേരൊക്കെ അടിച്ചേൽപ്പിക്കാതെ ഗവൺമെന്റ് ഉത്തരവാദിത്തം ഗവൺമെന്റ് ചെയ്യട്ടെ. അതേപോലെ പൊതുസമൂഹം കൂടി എല്ലാവരും ഒത്തുപിടിച്ചാൽ മാത്രമേ ഇതിന് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റൂ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. താങ്കൾ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് താങ്കളെയൊക്കെ കാണുമ്പോൾ ഈ ഒരു അയ്യോ ഹാങ് ഓവർ നമ്മുടെ സമൂഹത്തിന്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, അതായത് ജനങ്ങൾക്ക് പെട്ടെന്ന് അയ്യോ എന്ന് പറയുന്ന ആ ഒരു രീതി മാറ്റിയെടുക്കാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് ശ്രമകരമായ എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ടാകാറുണ്ടോ? അതെ, അത് മാറ്റിയതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കാൻ എന്നെ നിർത്തിയത് ഈ അയ്യോ മാവ. ഇന്നിപ്പോൾ എന്നെ കാണുന്നത്, ഓ ഇത് അയ്യോ മാറി, വേറൊരു ട്യൂണിലേക്കാണ് സബ്ജക്ട് പോകുന്നത്. അങ്ങനെയാണ്. ആ ഒരു മാറ്റം താങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും എന്നെ പോലത്തെ നല്ല ഗായകന്മാർ ദ്വീപിലുണ്ട്. ഈ ഞങ്ങളുടെ സംഘടനയുടെ പേര് ലക്ഷദ്വീപ് ഡിഫറൻ്റ്ലി ഏബിൾഡ് വെൽഫെയർ അസോസിയേഷൻ. എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളൊക്കെ ആ സംഘടനയിലൂടെ കിട്ടിയതാണ്. ആ സംഘടനയിലെ ലക്ഷദ്വീപിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണ്. അല്ലാതെ ഞാൻ ഒറ്റക്കുണ്ടാക്കിയെടുത്തെന്നുള്ള ഒരു ഞെളിയലോ അഹംഭാവമൊന്നും ഇവിടെ കാണിക്കാൻ മുതിരുന്നില്ല. അവരുടെ പ്രാർത്ഥനയും ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നിടത്തേക്ക് എൻ്റെ വിദ്യാഭ്യാസം എത്തിച്ചത്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ താങ്കൾ യഥാർത്ഥത്തിൽ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു രോഗത്തിന്റെ അടിമയായിട്ടാണ് താങ്കൾ ജനശ്രദ്ധയിൽ ആദ്യം വരുന്നത്. ഇപ്പോഴും അതിൽ നിന്ന് മുക്തമല്ല താനും. അപ്പോൾ ഈ അസുഖത്തിന് ഒരു മരുന്ന് കണ്ടുപിടിക്കണം. ശാസ്ത്രമൊക്കെ ഒരുപാട് വളർന്ന ഒരു കാലമല്ലേ. അപ്പോൾ ഇതിനും ചിലപ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിച്ചെന്ന് വരാം. താങ്കളെ ഈ നെറ്റ് വഴിയൊക്കെ സർഫ് ചെയ്ത് ആളുകളെ കണ്ടെത്തി അവരെ അപ്രോച്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസമായി ഈ വിക്കിപീഡിയ റിസൾട്ടും
അതുപോലെ കേസ് റെക്കോർഡൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഡോക്ടേഴ്സിനോട് ഇതിൻ്റെ അഭിപ്രായം മാനിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ വഴികൾ. ഓൾറെഡി 20 വർഷം മുമ്പ് എൻ്റെ ബോഡി ഓപ്പറേഷത്തിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു അത് ചെയ്യേണ്ടതാണ്. എന്താ പറയാൻ കാര്യം? കാരണം ഉസ്താദ് എന്തോ തോന്നി, ഉസ്താദ് പറഞ്ഞ ഇപ്പോൾ ഈ ഓപ്പറേഷനും ചെയ്യേണ്ട, അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ വാക്കാണ് അങ്ങനെ പറഞ്ഞ്. ഇത് നിന്റെ ഭംഗിയാണ്, ആ ഭംഗി മറ്റുള്ളവർ ആസ്വദിക്കട്ടെ എന്ന് ഉസ്താദ് അപ്പോൾ. പക്ഷേ അതിൻ്റെ അർത്ഥം ഉസ്താദ് പറഞ്ഞത് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ വീണ്ടും മീറ്റ് ചെയ്തപ്പോൾ നീ അന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നെങ്കിൽ നീ മരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. കാരണം എന്നെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു, ബോഡി റിസർച്ചിന് വേണ്ടിയായിരുന്നു. ശരിക്കും 1% ജയിക്കുന്നുള്ളൂ. പക്ഷെ ഉസ്താദ് മുൻകരുതലോടെ മുൻകൂട്ടി എന്നോട് പറഞ്ഞിരുന്നു ഇപ്പൊ വേണ്ട. അതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ പറഞ്ഞത്. എല്ലാ ഉസ്താദിന്റെ കാഴ്ചപ്പാട് ഇത് അത്ര റിസ്ക് ഉള്ള സാധനമാണ്, അങ്ങനെ നീ റിസ്കിന് ചെറിയ പ്രായത്തിൽ കിടക്കണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഉസ്താദ് പറഞ്ഞു. പിന്നീട് അതിനെ കുറിച്ച് എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞ കാര്യം കാന്തപുരത്തോട് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്താലോ, നമുക്കിനി മത്സരത്തെ കുറിച്ച് പറയണം. അപ്പൊ നമ്മൾ 2 രീതിയിൽ 1 കോടിയിലേക്ക് മത്സരിക്കാം. ഒന്ന്, നമുക്ക് 10 ചോദ്യങ്ങൾ വഴി പോകാം. 2, 20 ചോദ്യങ്ങൾ വഴിയും പോകാം. താങ്കൾ ഏത് പ്രിഫർ ചെയ്യുന്നു? 10 ചോദ്യം വേണോ, 20 ചോദ്യം വേണോ? 20 ചോദ്യം. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ? ഓക്കെ. കാര്യം നമ്മുടെ M.Com ഒക്കെ ഒന്ന് പുറത്തെടുക്കണ്ടേ? M.Com ഒക്കെ പഠിച്ചിട്ട് കുറെ കാലമായി. ലൈബ്രറി അല്ലേ? ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ തന്നെ വായന ഭയങ്കര കുറവ്, ഫുള്ള് മൊബൈലിന്റെ യുഗത്തിലാണ്. അപ്പൊ ഞാന് വായന ഇപ്പൊ ലൈബ്രറി വായന മാത്രമല്ലോ, ഇങ്ങനെയുള്ള ഓൺലൈൻ സാധനങ്ങളുടെ ഒക്കെ കസ്റ്റോഡിയനല്ലേ താങ്കൾ? ഓൺലൈൻ ഇപ്പൊ തുടങ്ങുന്നുള്ളൂ. ദ്വീപിൽ അതിന്റെ ഒരു എത്തിയിട്ടില്ല. ഇപ്പൊ ഡിജിറ്റൽ ഇപ്പൊ ആയിട്ടുള്ളൂ. അടുത്ത വർഷം തൊട്ട് ഡിജിറ്റൽ ലൈബ്രറിക്കുള്ള മൂവ്മെന്റ് നടത്തും. ലോകപരിചയമൊക്കെ മതി ഇവിടെ മത്സരിക്കാൻ, അതിന്റെ ആവശ്യമുള്ളൂ. സാറിന്റെ അടുത്ത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ കുട്ടേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് കുട്ടേട്ടൻ. കുട്ടേട്ടാ, നിങ്ങളൊന്ന് കണ്ടല്ലോ, പോലെ. നമസ്കാരം. ഉമ്മർ ഫറൂഖ്, താങ്കളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ താങ്കൾ ഒരു വില്ലാതി വില്ലനാണ് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കി കൊടുങ്കാറ്റിനോടൊപ്പം നിന്ന് താങ്കൾ സെൽഫി എടുത്തു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത്രയും ധൈര്യശാലിയാണോ താങ്കൾ? ഓക്കി അടിച്ച് കയറിയപ്പോ കൂടെ വന്നൊരു സെൽഫി എടുത്തു ഓക്കിയുടെ കൂടെ. ഓക്കി അടിച്ചപ്പോ എല്ലാരും സെൽഫി എടുത്തപ്പോ ചിലപ്പോ ഞാൻ എടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല, ഓർമ്മയില്ല. എല്ലാരും എടുത്തിട്ടുണ്ട്. എല്ലാരും ആ സമയത്ത് സെൽഫി എടുത്തോ? ദ്വീപുകാർക്ക് കടൽ കാണുമ്പോ സന്തോഷം കൂടാണ്. നിങ്ങൾ ബാക്കിയുള്ളവർക്കല്ലേ പേടി. ദ്വീപിൽ കടലിൽ അടിക്കുമ്പോ സങ്കടപ്പെടില്ല, ഹാപ്പിയാണ്. അല്ലെ ഓക്കി ഈ കടൽ അടിച്ചു കയറുമല്ലോ ഓക്കി അടിക്കുമ്പോ. കടൽ അടിച്ചു കയറുമ്പോ അത് വെച്ച് സെൽഫി എടുത്തോ? അതൊക്കെ സന്തോഷത്തിൽ അവര് അവിടെ എൻജോയ്. ചിലപ്പോ കടൽ ഷോ ഒന്നും അവരുടെ വിഷയമല്ല. ഓക്കെ, ചുഴലിക്കാരൻ അടിച്ചു കാര്യമൊന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യമാണ്. ഓക്കെ, റെഡി ആണല്ലോ? ആദ്യമായിട്ടാണോ ഇത്തിരി മത്സര വേദിയിലേക്കൊക്കെ വരുന്നത്? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം അല്ലേ? അപ്പൊ നമുക്ക് റെക്കോർഡ് ഉണ്ടാക്കണം. ഓക്കെ, മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നതിൽ ഏത് വാക്കാണ് പുസ്തകം എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വാക്കിൽ നിന്നും ഉത്ഭവിച്ചത്? ഓപ്ഷൻ എ ട്രെയിൻ, ഓപ്ഷൻ ബി ലൈബ്രറി, ഓപ്ഷൻ സി സ്കൂൾ, ഓപ്ഷൻ ഡി സ്റ്റേഡിയം. ലൈബ്രറി ബി. ഓപ്ഷൻ ബി ലൈബ്രറി അങ്ങ് കൂട്ടാമോ? ഒരു ലൈബ്രറിയൻ ആണല്ലോ. ഓക്കെ, ഓപ്ഷൻ ബി ലൈബ്രറി പൂട്ടി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാകുന്നു. റിസൾട്ട് 10,000 രൂപ കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 20,000 rupees. ക്വസ്റ്റ്യൻ 2. മാതൃഭൂമി പത്രം 2002 മുതൽ കുറച്ചു കാലത്തേക്ക് പുറത്തിറക്കിയിരുന്ന സ്പെഷ്യൽ സപ്ലിമെന്റായ നർമ്മഭൂമി ഏത് വിഷയമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്? ഓപ്ഷൻ എ കുറ്റകൃത്യങ്ങൾ, ഓപ്ഷൻ ബി കായികം, ഓപ്ഷൻ സി ഹാസ്യം, ഓപ്ഷൻ ഡി പ്രണയം. ആദ്യത്തെ പിടിവള്ളി ഹാസ്യം. നമ്മുടെ സലീം സാറ് പറയുന്നത് ഹാസ്യം എന്നാണ്. താങ്കൾക്ക് ഓപ്ഷൻ സി ലോക്ക് ചെയ്യാമോ? അത് എടുക്കണോ എടുക്കണ്ടേ? സാറ് പറഞ്ഞാൽ പിന്നെ തിരുവായ്ക്ക് എതിരുണ്ടോ? ഞാൻ ആദ്യം അത് നോക്കിയിട്ട് പറഞ്ഞിരുന്നു ഹാസ്യം, പിന്നെ ഞാൻ ഒഴിവാക്കിയതാ. അതെന്തിനാ ഒഴിവാക്കിയത്? എനിക്കൊരു സംശയമായിട്ട് നർമ്മ എന്നുള്ള വാക്കിന് ഇങ്ങനെ ആദ്യം പറഞ്ഞ സി ആയിരുന്നു. ഹാസ്യം. ഓക്കെ, ഓപ്ഷൻ സി. അപ്പോ ഹാസ്യം നമ്മളത് ലോക്ക് ചെയ്യുന്നു. ഉത്തരം ശരിയാണ്. അപ്പൊ നമുക്കിനി മൂന്നാമത്തെ ചോദ്യം 30,000 rupees. മോണിറ്റർ. ഇനി പറയുന്നവയിൽ ഏത് നഗരത്തിലേക്കുള്ള പ്രവേശന കവാടം പോലെ സ്ഥിതി ചെയ്യുന്ന സ്മാരകമാണ് ഖുറാൻ ഗേറ്റ് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മക്ക, ഓപ്ഷൻ ബി റോം, ഓപ്ഷൻ സി അബുദാബി, ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ഓപ്ഷൻ എ മക്ക.
കൂട്ടട്ടെ ആ, ഞാനത്? പൊടിക്കോ. അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, മെക്കെ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. പോയിട്ടില്ല. ഓപ്ഷൻ എ മെക്ക നമ്മൾ പൂട്ടുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. വിദേശ നാടുകളിൽ എവിടെ പോയി? അപ്പൊ 30,000 രൂപ കൈ കിട്ടി. എവിടെയും പോയിട്ടില്ല. എവിടെയും പോണ്ടേ? അപ്പോ 30 രാജ്യത്ത് ഈ അവാർഡുമായി ബന്ധപ്പെട്ട് കറങ്ങാനുള്ള ഒഫീഷ്യൽ ഇതുണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ പോളിസിയിൽ ഞാനൊരു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് കുറെ പെർമിഷൻസും കുറെ ഒക്കെ വേണ്ടി വരും അല്ലേ? വേണ്ടി വരും. ഓക്കെ, അതൊക്കെ കിട്ടുമായിരിക്കും. ആ, ഇനിയിപ്പോ 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 40,000 മോണിറ്റർ. താങ്കൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അവിടെ LED നോക്കിക്കോളൂ. പ്ലേ. ഓക്കെ, വീഡിയോ കണ്ടല്ലോ. ഇനി ചോദ്യം വരുന്നു. ഇനി പറയുന്നതിൽ ഏത് ദ്വീപിലെ പരമ്പരാഗത നൃത്തരൂപമാണ് ദൃശ്യത്തിൽ കണ്ട ലാവ? ഓപ്ഷൻ എ കവരത്തി, ഓപ്ഷൻ ബി അഗത്തി, ഓപ്ഷൻ സി ബംഗാരം, ഓപ്ഷൻ ഡി മിനിക്കോയ്. ഡി മിനിക്കോയ്. ഉറപ്പാണല്ലേ? ഉറപ്പ്. ഓപ്ഷൻ ഡി മിനിക്കോയ്. കൂട്ടാമോ? ആ, പൊടിക്കും. കൂട്ടി. അപ്പൊ തുറക്കട്ടെ. തുറന്നു. ഓപ്ഷൻ ഡി തുറന്നപ്പോൾ ഈ ഉത്തരം ശരിയാകുന്നു. കൺഗ്രാറ്റുലേഷൻസ്. 40,000 രൂപ താങ്കൾക്ക് കിട്ടി. ഇനി നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോണത്. 50,000. അടുത്ത ലെവലിലേക്ക് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് ലെവലാണ്. റെഡി. അവസാനത്തെ ലെവലാണ്. നമ്മുടെ റൂഫിനടുത്തെത്തുമ്പോൾ 1 കോടി രൂപ ഓക്കെ ആവും. അപ്പൊ ഈ പൈസയുടെ ആവശ്യമുണ്ടോ ശരിക്കും? ഈ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഭിന്നശേഷി മേഖലയിലെ അവർ കൊടുക്കാൻ വേണ്ടി അല്ലാതെ ഈ പൈസ നമുക്ക് ബാങ്കിലിടാനൊന്നും അല്ല. നമുക്ക് ബാങ്കിലിടാം. നമ്മളെ ഈ വർക്കിൽ കുറെ 10-13 വർഷമായി നമ്മളെ കൂടെ നിൽക്കുന്ന പലരും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളവരാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ മോശം അന്തരീക്ഷത്തിലാണ് സ്ഥാപനങ്ങളൊക്കെ ഓടുന്നത്. പുതിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ കുറച്ചുകൂടി ആളുകളെ സപ്പോർട്ട് വേണം. ഈ ചാനലിലേക്ക് വന്നത് തന്നെ ഒന്ന് ഇവിടെയുള്ള കേരളത്തിലെ ആളുകളുടെ സപ്പോർട്ട്, 2 ലക്ഷദ്വീപിൽ നിങ്ങളൊരു സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? ലക്ഷദ്വീപ്. എന്താ അത്? ലക്ഷദ്വീപ് ഡിഫറൻ്റ്ലി ഏബിൾഡ് വെൽഫെയർ അസോസിയേഷൻ. അതിൽ എത്ര ആൾക്കാരുണ്ട്? ഏതാണ്ട് 2,000-ഓളം മെമ്പർമാരുണ്ട്. 2,000 മെമ്പേഴ്സ് അതിലുണ്ടല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളതാണ് രാജ്യത്ത്. ചെറിയ സ്ഥലത്ത് ഇത്രയും കൂടുതൽ. അല്ലാതെ എങ്ങനെയാ അത്രയും കൂടുതൽ അവിടെ വരാൻ കാര്യം? പല കാരണങ്ങളുണ്ട്. ആ, ഒന്ന് അവിടുത്തെ മെഡിക്കൽ കാരണങ്ങളാവാം. 2 അവിടുത്തെ എല്ലാവരും അടുത്തടുത്ത ആളുകളല്ലേ. ആ, അപ്പൊ അതിലൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ. മെഡിക്കൽ റിസർച്ചിൽ അതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ അത് പറഞ്ഞാൽ അതായത് ബന്ധത്തിൽ കല്യാണം കഴിക്കും അല്ലേ? അതൊക്കെ സാധ്യത ഉണ്ട്. എനിക്കൊന്ന് ഈ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആ. തലമുറ ഇങ്ങനെ അല്ലേ യെസ്, യെസ്. ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു ഒരു കാരണമായിരിക്കും. പിന്നെ വേണ്ടുന്ന മെഡിക്കൽ പരിശോധനകളൊന്നും പ്രോപ്പറായി നടക്കുന്നില്ല എന്നുള്ളതാണ്. പ്രസവ സംബന്ധമായ പ്രോബ്ലംസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിലൂടെ വരുന്നുണ്ട്. ആ, അപ്പൊ നമുക്കിനി അടുത്ത ലെവലിലേക്ക് പോയാലോ? ഓക്കെ. ഓക്കെ കുട്ടേട്ടാ, ലെവൽ 2. ലെവൽ 2. താങ്കള് ഭാര്യയെ കൊണ്ടുവന്നില്ലയോ? ഇല്ല, നാട്ടിലാണ്, ദ്വീപിലാണ്. ഒരു മത്സരം കാണാൻ ദ്വീപിൽ നിന്ന് നമുക്ക് എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണ്ടായിരുന്നു. ഇതിനിപ്പോ ലൈവ് കാര്യമാണോ? ഇത് കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ലൈവിൽ കാണുമല്ലോ. അപ്പൊ കണ്ടിട്ട് Okay. നോക്കിക്കോളൂ. ദ്വീപിലൊക്കെ കേബിൾ ടെലിവിഷനൊക്കെ വളരെ ആക്റ്റീവ് ആൾക്കാർ കാണുന്നുണ്ടല്ലോ. ഈ പരിപാടി നന്നായിട്ട് കാണുന്നുണ്ട്. ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കൂടി വന്നത്. ഓക്കെ, സന്തോഷം. അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ. ചോദ്യം ഇതാണ്. 1,00,000 രൂപയുടെ ചോദ്യമാണ്. ഇനി നമ്മൾ ലക്ഷങ്ങളിലേക്കുള്ള കളിയിലേക്ക് കടക്കുകയാണ്. ഏത് ജീവിക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാനായിട്ടാണ് മൊസാംബിക്കിൽ വൈദ്യുതി ലൈനുകൾ ഭൂമിയിൽ നിന്നും 12 മീറ്ററിലധികം ഉയരത്തിലാകണമെന്ന് നിയമമുള്ളത്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി സിംഹം, ഓപ്ഷൻ സി കാണ്ടാമൃഗം, ഓപ്ഷൻ ഡി ജിറാഫ്. ആന, സിംഹം, കാണ്ടാമൃഗം, ജിറാഫ്. ഡി ജിറാഫ്. കൂട്ടട്ടോ ഞാൻ? ആ, പൂട്ടിക്കോ. ഒന്നും നമുക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. പൂട്ടിക്കോ, എന്താ വരട്ടെന്നുള്ള പൂട്ടിക്കോ. തോറ്റതിൽ കുറെ പഠിക്കാനുണ്ട്. തോറ്റവർക്കാ കൂടുതൽ പഠിക്കാനുള്ളത്. ജയിച്ചവരെങ്കിൽ ജയിച്ചു പോയെന്നേ ഉള്ളൂ. തോൽവിയിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കേണ്ടത്. ആ പാഠങ്ങളെല്ലാം സൂപ്പർ ആയിരിക്കും. ആ പാഠങ്ങളാണ് ആ പാഠങ്ങളൊക്കെ തീക്കൊള്ളി കൊണ്ട് മനസ്സിൽ ഇങ്ങനെ നമ്മൾ എഴുതി വെക്കും. അതുകൊണ്ട് മറന്നു പോകത്തില്ല. ഓപ്ഷൻ ഡി ജിറാഫ്. പൂട്ടി. അപ്പൊ നമുക്ക് 50,000 രൂപയുടെ ചോദ്യമായിരുന്നു. 1,00,000 രൂപയുടെ ചോദ്യം. ഈ ഉത്തരവും ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1,00,000 രൂപ കിട്ടി. ഇനി സൂക്ഷിച്ചു പോണം. കുട്ടേട്ടൻ എന്തോ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. കുട്ടേട്ടാ. യെസ് ബോസ്. ഉമർ ഫറൂഖ്, നിങ്ങളുടെ നാട്ടിൽ പെരുന്നാൾ സമയത്തിന്റെ തലേ ദിവസം മൂല എന്ന ബീച്ചിൽ ഒരു മനോഹര കാഴ്ച കാണാൻ പോകുന്ന ഒരു സംവിധാനമില്ലേ എല്ലാ പെരുന്നാളിന് മുമ്പും? എന്താണത്? പെരുന്നാൾ മാസം കാണലാണ്. പെരുന്നാളിന്റെ മാസം കാണാൻ. അത് എവിടെ നിന്ന് എങ്ങോട്ട് പോകും ആൾക്കാര്? ദ്വീപിലെല്ലാരും ഒരു സൈഡിലേക്ക് വന്ന് മൂല ബീച്ചിൽ കയറി നിന്നിട്ട് മാസം നോക്കും. പെരുന്നാളാവാൻ നോമ്പ് പിടിച്ച് 29-ന്റെ അന്ന് വൈകുന്നേരം മാസം നോക്കിയിട്ട് നാളെ പെരുന്നാളാക്കുന്ന ഒരു ഇതാണ് മാസം കാണുന്നത്.
ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 60,000 ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നേവി ലക്ഷദ്വീപിൽ ഈ അടുത്ത് ആരംഭിച്ച രണ്ടാമത്തെ നേവൽ ബേസ് പുരാണത്തിലുള്ള ഏത് പക്ഷിയുടെ പേരിലാണ്? ഓപ്ഷൻ എ ജടായു, ഓപ്ഷൻ ബി ഗരുഡൻ, ഓപ്ഷൻ സി ജരിത, ഓപ്ഷൻ ഡി ശരഭ. ജടായു, ഗരുഡൻ, ജരിത, ശരഭ. ഒന്ന് കുട്ടേട്ടനോട് രണ്ടെണ്ണം കൂടെ ഉള്ളു കുട്ടേട്ടൻ്റെ അടുത്ത് കേട്ടോ. ആണോ? ചോദിക്കാമോ? അതുകൊണ്ട് ആലോചിച്ചാൽ കിട്ടത്തില്ലേ താങ്കൾക്ക്? ജഡായുവും ഗരുഡനും സംശയമാണ്. അത് രണ്ടും ഈ അടുത്ത കാലത്ത് ഫേമസ് ആയ സംഭവമാണ്. ആ, ഇത് രണ്ടിലേതാണ്ട് ഒരെണ്ണാണ്. ആ, അപ്പൊ ഏതാ പ്രിഫർ ചെയ്യുന്നത്? ഈ ജഡായു. ജഡായു. ഓപ്ഷൻ എ ജഡായു. കൂട്ടാമോ? ആ പൊട്ടിക്കോ. കൂട്ടാം. തെറ്റത്തില്ലല്ലോ. തെറ്റിയാൽ തെറ്റിയതാവും. ആ, തെറ്റിയാ തെറ്റി അല്ലേ? അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. തെറ്റിയാ തെറ്റി. നമ്മൾ പുറത്തു പോയി അതുവഴി നമ്മള് എങ്ങനെ കപ്പൽ വഴിയാണോ ഹെലികോപ്റ്റർ വഴിയാണോ സാധാരണ ദ്വീപിലേക്ക് പോകുന്നത്? കപ്പൽ വഴി. കപ്പൽ വഴിയാ പോകുന്നത്. അപ്പൊ എല്ലാ ദിവസവും കപ്പലുണ്ടോ? എല്ലാ ദിവസവും കപ്പലില്ല, ഒരു ഏതൊക്കെ ദിവസങ്ങളിലാ? ഷെഡ്യൂൾഡ് ആണ്. ഒരു മാസത്തെ ആ. ഷെഡ്യൂൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, റെഡി. ഓപ്ഷൻ എ ജഡായു നമ്മൾ കൂട്ടി. താങ്കൾ പറഞ്ഞ ഉത്തരം 60,000 രൂപയുടെ ചോദ്യമാണ്. കോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ആയിരുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. INS ജഡായു എന്നാണ് അതിന്റെ പേര്. INS Okay. ഈ രണ്ട് ഈ മാർച്ചിലാണ് അത് ലോഞ്ച് ചെയ്തത്. ഇത് രണ്ടും ഉണ്ട്. അതിന് മുമ്പുള്ളതാണ് ഗരുഡൻ. ആ, അത് രണ്ടും അറിയപ്പെട്ടതാണ്. ഇതാണ് Okay. ഇപ്പൊ ഫേമസ്. ഇത് ഫേമസ് ആയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും 60,000 രൂപ കിട്ടി. ആ, ഓക്കെ, വളരെ Okay. സന്തോഷം. അപ്പൊ നമ്മൾ ഈ ഇത്രയും കാലത്തിന് ഇടയിലെ ഈ ജീവിതത്തിൽ എനിക്കറിയാം താങ്കൾ വളരെ ആത്മവിശ്വാസം എല്ലാ കാര്യത്തിലും പ്രകടിപ്പിക്കും. എനിക്ക് മനസ്സിലായി, പ്രേക്ഷകർക്കും അത് മനസ്സിലായി കാണും. കാര്യം ഇതൊന്നും താങ്കളെ ബാധിക്കുന്ന ഇഷ്യൂ അല്ല. ഇതൊക്കെ നേരെ എതിര് നിൽക്കുന്ന ആളിന്റെ പ്രശ്നമാണ് എന്നാണ് താങ്കൾ കരുതുന്നത്. എന്നാലും താങ്കളെ വല്ലാണ്ട് മനസ്സൊലച്ചു കളഞ്ഞ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ സർവീസ് ചെയ്തിട്ട് ഈ വിമർശനങ്ങൾ, നമ്മളെ ചെറിയ മിസ്റ്റേക്ക്, നമ്മൾ മനുഷ്യനല്ലേ, ആ, മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ നമ്മളെ വിമർശിക്കാനും ഇങ്ങനെ കൂട്ടമുള്ളവരെ കൂടി കളിയാക്കുന്ന പഴയ രീതിയിലേക്ക് വീണ്ടും വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കൂട്ടം കൂടുന്ന ആൾക്കാരെ കളിയാക്കും അല്ലേ? അല്ല, ഇപ്പോഴും ഞാൻ രക്ഷപ്പെട്ടു, ഈ സമൂഹത്തിൽ ബാക്കിയുള്ളവരൊന്നും രക്ഷപ്പെട്ടില്ല. ഇത് എന്നെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം അവിടുത്തെ കുട്ടികളാരും വിദ്യാഭ്യാസം കിട്ടാത്തതുകൊണ്ടാണ് ജോലി സാധ്യതകളിൽ വരാത്തത്. അതിന് അവരെ തെറ്റല്ല, പക്ഷേ അവർ കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല. അത് സമൂഹത്തിൻ്റെ തെറ്റാണ്. അവിടെ അവർക്കുള്ള ജോലി സാധ്യതകൾ, അർഹമായ ജോലി സാധ്യതകൾ ഇല്ലാതെ പോയി. അതിൽ ഞാനെന്നും വളരെ സങ്കടത്തോടെയാണ് ഈ 13 കൊല്ലം ഈ സംഘടനാ പ്രവർത്തനത്തിൽ മുന്നിലേക്ക് നിന്നത്. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുമ്പോൾ വിമർശനങ്ങൾ വരാറുണ്ട്. കൂടുതൽ വിമർശനങ്ങൾ നമ്മൾ അറിയുന്ന ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് സഹിക്കുന്നതിനപ്പുറമാണ്. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ചത്. ഓക്കെ, ഈ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് വൈകൃതം ഉണ്ടെന്നുള്ളത് അവർ രീസ് ബോധകളാണ്. അപ്പൊ അവർ കൂട്ടം കൂടി നിന്ന് മറ്റുള്ളവർക്ക് അവരുടെ സൗന്ദര്യക്കുറവിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പൊ അതാണ് മാറണമെന്ന് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, കാണുന്ന ബോഡിയിലല്ല സൗന്ദര്യം, ഹൃദയത്തിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഇങ്ങനെ പരിഹസിക്കപ്പെട്ടതിന്റെ എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുമ്പോഴൊക്കെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കൂടുതൽ നടക്കുന്ന ആരെയും വന്ന് ഞങ്ങളോട് ചോദിക്കലുണ്ട്, അതെന്താണ് സർജറി ചെയ്താൽ റെഡി ആവില്ലേ, ഞങ്ങളോട് വന്ന് ചോദിക്കും അല്ലേ? ഓക്കെ ഓക്കെ, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയല്ലോ. നമുക്കിനി 70,000 രൂപയുടെ ചോദ്യം. 70,000 മോണിക്. ഏത് വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമുദ്ര എന്ന പേരിൽ ഒരു ഹോട്ടൽ നടത്തുന്നത്? ഓപ്ഷൻ എ കോവളം, ഓപ്ഷൻ ബി മൂന്നാർ, ഓപ്ഷൻ സി തേക്കടി, ഓപ്ഷൻ ഡി നെല്ലിയാമ്പതി. കോവളം, മൂന്നാർ, തേക്കടി, നെല്ലിയാമ്പതി. KTDCയുടെ സമുദ്ര. കടലുള്ളത് കോവളമെന്ന് തോന്നുന്നു. ബാക്കി ഈ സ്ഥലത്തൊന്നും ഞാൻ മൂന്നാർ ഞാൻ പോയിട്ടുണ്ട്. അവിടെ എന്തായാലും കടപ്പുറമില്ല, തേക്കടിയില്ല, കോവളം, നെല്ലിയാമ്പതി. ഇതിലൊരു സംശയമാണ്. കോവളം. കോവളം പൂട്ടാമോ? കോവളം പൂട്ടാം. ഓപ്ഷൻ എ. കോളത്ത് പോയിട്ടുണ്ടോ? ആ, കോവളത്ത് പോയിട്ടുണ്ട്. അവിടെ എന്തിനാ പോയത് കോളത്ത്? വെറുതെ ഒരു തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ കറങ്ങാൻ പോയതാ? കറങ്ങാൻ പോയത്. ഓക്കെ, ഓപ്ഷൻ ഈ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഡിഗ്രി പഠിക്കുന്നത്. ഫ്രണ്ട്സുകാരായിട്ടൊക്കെ പൊളിക്കുവോ? ഇവിടെ ആകെ ഇവിടെ അല്ലേ ഞങ്ങൾക്ക് പൊളിക്കാനുള്ളത്. ഞങ്ങളെ ഗൾഫ് ഇവിടെയാണ്, കേരളമാണ്. ഞങ്ങൾ ഇങ്ങോട്ടാണ് ഒരുപാട് ഇവിടെ വരാറുണ്ട് ചികിത്സക്ക്, വിദ്യാഭ്യാസത്തിന്. കൂടുതലും എനിക്ക് തോന്നുന്നു അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊച്ചി തന്നെയാണല്ലേ? എന്താ പറയാ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ നിന്ന് പോകണം. അതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ കേരളക്കാർ കാര്യം ചെയ്യണം, കേരളക്കാർ ഭക്ഷണം കഴിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണവും ഒക്കെ ഇവിടെ നിന്നാണ്. ബേപ്പൂരോ, മംഗലാപുരോ, എറണാകുളമോ, അവിടുന്ന് വരുന്ന സംഭവങ്ങളാണ് അവിടെ ഉള്ളത് എല്ലാം.
കപ്പൽ വഴി വരുന്ന കാര്യങ്ങളേ ഉള്ളൂ കപ്പൽ വരുന്നത്. അല്ലേ? അല്ലെങ്കിൽ അതുപോലെ ഈ അസുഖമൊക്കെ വരുമ്പോൾ എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ? എയർലിഫ്റ്റ് കപ്പലിൽ അത് ഒരു പ്രധാനപ്പെട്ട ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. രോഗികളും ഫുള്ള് അവർ സ്വന്തം സ്വർണവും അല്ല അവരുടെ കയ്യിലുള്ളതൊക്കെ വിറ്റിട്ടാണ് ഇവിടെ വന്ന് ചികിത്സിക്കുന്നത്. അപ്പൊ അത്രയും ചികിത്സ ഒരു സംഭവം തന്നെയാണ് ദ്വീപിന്റെ കാര്യത്തിൽ. കേരളത്തിൽ നല്ലവണ്ണം ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ആളുകൾ വരുന്നത്. പിന്നെ പഠിക്കാനും അവിടെ അത്യാവശ്യം ആശുപത്രി സംവിധാനം ആയിട്ടില്ലേ? സാധാരണ ലെവലുള്ള ആശുപത്രി ഉണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്ററുകളും അവിടെയുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കൊണ്ട് അതിന് സർജറിക്കൽ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല. 1-2 ദ്വീപിൽ മാത്രമേ ഉയർന്നിട്ടുള്ളൂ. അതിന് കാലക്രമമായി വരേണ്ട ഒരു സാഹചര്യത്തിലാണ് എന്ന് തോന്നുന്നു. താങ്കളുടെ ഞാൻ ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ എ കോവളമല്ലേ താങ്കൾ പറഞ്ഞത്? അത് ഞാൻ പൂട്ടി. 70,000 രൂപയുടെ ചോദ്യമായിരുന്നു. പൂട്ടി. കൂട്ടിക്കോ. എന്തായാലും കോവളത്തൊരിക്കൽ പോയതല്ലേ, തരാൻ സാധ്യതയില്ലല്ലേ? എന്റെ തെറ്റിയാലും പ്രശ്നമില്ല. അത്ര തെറ്റിയാലും പ്രശ്നം തെറ്റിക്കോട്ടെ എന്നുള്ളതാ അല്ലേ? ഉത്തരം ശരിയാണ്. 70,000 രൂപ കിട്ടി. തെറ്റിക്കോട്ടെ എന്ന് പറഞ്ഞ് ഉത്തരം പറഞ്ഞ ഏക മത്സരാർത്ഥി താങ്കളാ. തെറ്റിക്കോട്ടെ, തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ പോക്കങ്ങ് പോകുന്നുള്ളല്ലേ? തെറ്റിയാൽ എന്താ പ്രശ്നം? ഓക്കെ. താങ്കൾ ഈ മിനിക്കോയ് ദ്വീപിലെത്തിയപ്പോഴേ ഒരിക്കലും ഒരു കുട്ടിക്ക്, ഒരു 2 കണ്ണും കാണാത്തൊരു ഒരു കുട്ടി, ഒരു പെൺകുട്ടിയാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം ആകണം എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ കരഞ്ഞു പോയി എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? അവര് ലോകം കണ്ടിട്ടില്ല. പിന്നെ ഒരു ദ്വീപിന്റെ ഒരു അറ്റത്തുള്ള ദ്വീപാണ്. അവര് പറഞ്ഞ ഈ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പോലും പോവാത്തൊരു കുട്ടിയാണ്. എന്റെ സെയിം ലൈഫ് സ്റ്റോറിയിലൊക്കെ വരുന്ന ആ കുട്ടി എന്നോട് വന്നിട്ട് പറയാണ് ഖുർആനൊക്കെ കാണാതറിയാം. ആ കുഞ്ഞിക്ക് അതെന്നെ ഓതി കേൾപ്പിച്ചു. ഉമ്മ പറയുന്നത് കേട്ട് പഠിച്ചതാണ്. അത്ര പഠിച്ചു. അപ്പൊ എന്നോട് പറയാണ് എനിക്ക് APJ അബ്ദുൽ കലാമിനെ മാതിരി മിസൈൽ മാൻ ആവണം, അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആവണം, ഇതൊക്കെയാണ് പറയുന്നത് സ്വപ്നം. ആരാ മോൾക്ക് പറഞ്ഞതെന്ന്? ഇല്ല, എനിക്കതാവണം. മോൾ പഠിക്കുക, ഞാൻ എത്ര വേണം പഠിക്കും, എവിടെ വേണം പോയി പഠിക്കും. അങ്ങനെയാണ് കേരളത്തിലെ കുളത്തറ സ്പെഷ്യൽ സ്കൂളിൽ അവിടെ കൊണ്ടുവന്ന് ചേർത്ത്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ്വർ ശർമ്മയായി ഞാൻ ബന്ധപ്പെട്ടു, പോയി സംസാരിച്ചു. നീ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോയി പഠിപ്പ് കൊടുക്കുക, കേരള മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, കേരളത്തിലെല്ലാം ഫ്രീ ആണ്. അങ്ങനെ അവിടുത്തെ പ്രത്യേകിച്ച് അവിടുത്തെ സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട്. എല്ലാ കോവിഡിൻ്റെ കാലഘട്ടത്താണിത്. അവിടെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നടത്തി ആ കുഞ്ഞെ പഠിപ്പിച്ചു. ഒരു അബ്ദുൾ റസാഖ് മാസ്റ്റർ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അപ്പോൾ അവരോടൊക്കെ നല്ല കടപ്പാടുണ്ട്. ഇവിടുത്തെ കുറേ സ്കൂൾ അവരെ പഠിപ്പിച്ചു. ഇപ്പൊ 4ാം ക്ലാസ്സിലാണ്. ഏറ്റവും ബ്രില്യൻ്റ് ആണ് സ്കൂളിലെ ആ കുട്ടി. ഈ ഭിന്നശേഷി കുട്ടികളെ പ്രതിനിധീകരിക്കാൻ ശരിക്കും സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടല്ലേ? ഇന്ത്യയിൽ മാത്രമാണ് ആ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ, വേറെ ലോകത്തെവിടെയും ആവശ്യമില്ല. താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? എനിക്ക് സർട്ടിഫിക്കറ്റ്. അത് ലഭിക്കാൻ വലിയ പാടാണോ? അല്ല, മെഡിക്കൽ ബോർഡുണ്ട്. ബോർഡ് അവിടെ തന്നെ ദ്വീപിൽ ഇപ്പോൾ സെറ്റിൽഡ് ആണ്. ഞങ്ങൾ സംഘടന വന്നതിന് ശേഷം ബോർഡുകൾ അവിടെ തന്നെ രൂപീകരിച്ച് അവിടെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അല്ലെങ്കിൽ കുറെ കൊല്ലം എടുക്കണം, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ദ്വീപിൽ ഓരോ 3 കൊല്ലത്തിൽ ഒരു വട്ടമെങ്കിലും മെഡിക്കൽ ബോർഡും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് വ്യക്തമായ ആ സംഘടനക്ക് റോളുണ്ട്. ആ സംഘടന മെമ്പർ എന്ന നിലയ്ക്ക് എനിക്കും അഭിമാനമുണ്ട്. ഓക്കെ, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക്. 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000 മോണിറ്റർ. താങ്കളെ ഞാനൊരു ചില്ല് കാണിച്ചു തരാം, അങ്ങോട്ട് നോക്കിക്കോളൂ. കണ്ടല്ലോ. ഇനി ചോദ്യത്തിലേക്ക്. ഏത് സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ശ്രീലങ്കയിലെ അധ്വാനത്തെ ഓർമ്മിപ്പിക്കാനാണ് ഇന്ത്യ ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. കേരളം, തമിഴ്നാട്, ഒഡീഷ, ജാർഖണ്ഡ്. എനിക്ക് തേയിലായിട്ട് ബന്ധപ്പെട്ടതാണ് തോന്നുന്നു. തമിഴ്നാട്. ശ്രീലങ്ക ആയതുകൊണ്ട് തമിഴ്നാടാണ്. തമിഴ്നാട് പൂട്ടാമോ? പൂട്ടാം. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? തമിഴ്നാട് സേലം, കോയമ്പത്തൂർ, ആ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെ എന്തിനാ പോകുന്നത് സാധാരണ? സേലത്താണ് ഞാൻ ലൈബ്രറി സയൻസിന്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അത് പഠിച്ചല്ലേ? അപ്പൊ ഓപ്ഷൻ ബി പൂട്ടാമോ? അപ്പൊ തമിഴ്നാടിനോടൊരു പ്രണയം ഉണ്ട്. തമിഴ്നാട് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ. അത്യാവശ്യം കുഴപ്പമുള്ളത് എവിടെയാണ്? എനിക്ക് കണ്ട നാട് പലതും ഒന്നും കുഴപ്പമില്ലാതാണ് തോന്നിയതല്ലേ? ഓപ്ഷൻ ബി തമിഴ്നാട്. അപ്പൊ പൂട്ടാമല്ലോ. തമിഴ്നാട് പൂട്ടി. തമിഴ്നാട് പൂട്ടി. തെറ്റുവോ? തെറ്റിയാലും പ്രശ്നമല്ല. തെറ്റിയാൽ എന്താണ്? 80,000 രൂപയുടെ ചോദ്യം. തെറ്റിയ 80,000 രൂപ പോകും, അത്രേ ഉള്ളൂ. 80,000 പോയ പ്രശ്നമല്ല. ഇപ്പൊ തെറ്റിയാൽ 7,000 രൂപ കിട്ടും, വിജയിച്ചാൽ 80,000 കിട്ടും, പിന്മാറിയതെങ്കിലും 35,000 കിട്ടുമായിരുന്നു. ഒന്നും കിട്ടാതെ അത് കഴിഞ്ഞു പോയല്ലോ. ഒന്നും കിട്ടാതെ തോറ്റിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഓർക്കാനും പഠിക്കാനും. ഒന്നും കിട്ടാതെ പോകത്തില്ല ഇവിടുന്ന്. ഇവിടെ വണ്ടിക്കൂലിയും കൊടുത്തേ വിടും. അത് നിർബന്ധമുള്ള കാര്യമാണ്. കാര്യം ഒരാൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാലേ നമ്മൾ അയാളെ എങ്ങനെ വെറും കൈയോടെ പറഞ്ഞയക്കുക എന്നുള്ള പരിപാടിയില്ല. അല്ല, എനിക്ക് ഇതിൽ പങ്കെടുക്കൽ മാത്രമാണ് എന്റെ എയിം. സമൂഹത്തോടെ എന്റെ ചില കാര്യങ്ങൾ പറയാം. അതാണ് ഞാൻ താങ്കൾ ഏറ്റവും പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. മാക്സിമം പറഞ്ഞു. കൂടുതലും ഈ കേരളം ദ്വീപിലേക്ക് ഈ ഭിന്നശേഷി മേഖലയെ ഒന്ന് ശ്രദ്ധിക്കപ്പെടണം. അതാണ് കേരളത്തിലും കൂടെ ശ്രദ്ധിക്കപ്പെടണം. കേരളത്തിലെ ആൾക്കാർ പഠിക്കാൻ, കേരളത്തിലെ ആൾക്കാരുടെ സേവനം താങ്കൾ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഓപ്ഷൻ ബി തമിഴ്നാട്.
ഞാൻ ലോക്ക് ചെയ്തു. ചെയ്തോ. 80,000 രൂപയായിരുന്നു. പോയിക്കോട്ടെ. പോയിക്കോട്ടല്ലേ? ആ. ഉത്തരം ശരിയാണപ്പാ. അപ്പൊ തമിഴ്നാട് ശരി ഉത്തരം. താങ്ക് യു. ബോസ്, അപ്പൊ കുട്ടേട്ടൻ എന്തോ ചോദിക്കാൻ വന്നിട്ടുണ്ട്. ഉമ്മർ ഫറൂഖ്, ലക്ഷദ്വീപിനെ കുറിച്ച് കുട്ടേട്ടൻ അന്വേഷിച്ചപ്പോൾ ഉജ്ജാത പള്ളിയിലെ പെരുന്നാള് അത് ലോകത്തില് അങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ മാത്രമാണ് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ പള്ളി പെരുന്നാളിന്റെ പ്രത്യേകത? എന്താണ് കുട്ടേട്ടൻ ചോദിച്ച പെരുന്നാളിന്റെ പ്രത്യേകത എന്താണ്? എന്താ അത് ലക്ഷദ്വീപിലെ കവറത്തി തലസ്ഥാനത്ത് ഉജ്ജറയിലെ ഒരു മഹാന്റെ ഇതുണ്ട്, മുഹമ്മദ് കാസിം വലിയുടെ ചരിത്രമാണ്. അതാണ് കുട്ടേട്ടൻ ഉദ്ദേശിച്ചതാവാം. അവിടെ അതുമായി ബന്ധപ്പെട്ട് കുത്രാത്തീബ് അങ്ങനത്തെ ദഫും അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കുത്രാത്തീബ് സ്പെഷ്യലി പെരുന്നാളിന്റെ രാത്രിയും പെരുന്നാൾ കഴിയുന്ന രാത്രിയും നടക്കുന്ന ഒരു പരിപാടിയാണ്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് കുറെ ലക്ഷദ്വീപിന്റെ ചരിത്രങ്ങൾ കുറെ ഉള്ള പള്ളിയാണ് മുഹമ്മദ് ഖാസിം വലുദാന്റെ ചരിത്രം. അവിടെ കുറെ കൊല്ലം മുമ്പ് ചരിത്രം പറയുന്നത്, ഇന്നാണല്ലോ ഈ സിസേറിയനൊക്കെ വന്നത്. അന്നത്തെ കാലത്ത് പ്രസവിക്കുന്നതൊക്കെ ആ മഹാൻ പറഞ്ഞതുപോലെ ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിൽ നോക്കിയിട്ട് അതിൽ ഖുർആന്റെ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കും പറഞ്ഞു കേട്ടതാണ്, ഞാൻ പ്ലേറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത്, ഇന്ന് വിശ്വാസങ്ങളല്ല, അന്നൊന്നും ഇല്ലാത്ത സമയത്ത് അതിൽ ജനങ്ങൾ റെഡിയായിരുന്നു. ഇന്ന് എല്ലാ സൗകര്യങ്ങളും വന്നപ്പോൾ കുറേയൊക്കെ അതിൽ നിന്ന് വിട്ടു. ഇതാണ് മാറിയിട്ടുണ്ട്. പെരുന്നാളിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് കുത്റാത്തീവ് കുത്തുന്ന ഒരു റാത്തീവാണ് കേരളത്തിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ്വീപിൽ നിന്നാണ് അത് വന്നതെന്നാണ് പൊതുവെ. കമ്പിയെടുത്ത് കൈകുത്തും, കവിളിലേക്ക് കുത്തും, അതൊക്കെയാണ്. പക്ഷേ ഈ കേരളത്തിൽ കമ്പി കുത്തി ഇറക്കുന്ന പരിപാടിയുണ്ട് ചില സമയത്ത്, ചില ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഇതിന് പാടുണ്ടാവുമോ? ഇല്ല, പാടുണ്ടാവില്ല. ഇത് നല്ല സ്പിരിച്വലിലേക്ക് കയറിയിട്ട് ഒന്നും അറിയില്ല, ചോര വരില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ചോരയൊന്നും വരത്തില്ല, ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഇവിടെയല്ല, നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. ലെവൽ 3. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കണം. ഇനി സൂക്ഷിക്കണം, ലക്ഷക്കണക്കിന് രൂപയുടെ കളിയിലേക്ക് കാര്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ചോദ്യത്തിലേക്ക്. മോണിറ്റർ. ഗസയിലെ യുദ്ധത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ കേസ് കൊടുത്ത ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ നമീബിയ, ഓപ്ഷൻ ബി സൗത്ത് ആഫ്രിക്ക, ഓപ്ഷൻ സി കെനിയ, ഓപ്ഷൻ ഡി സൊമാലിയ. നമീബിയ, സൗത്ത് ആഫ്രിക്ക, കെനിയ, സൊമാലിയ. ബി സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക. പൂട്ടട്ടെ? പൂട്ടിക്കോ. പൂട്ടിക്കോ എന്ന് പറയുമ്പോ റെഡി ആയിരിക്കോ? അത് പൂട്ടിയാൻ എന്തായാലും പൂട്ടിക്കോ. അപ്പൊ ഇത് അറിഞ്ഞിരുന്നോ ഈ കാര്യം? സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അറിഞ്ഞോ? കുറെ കാര്യങ്ങൾ ഗസ് ചെയ്താണോ? ആഫ്രിക്ക കണ്ടപ്പോ ഒന്ന് ഗസ് ചെയ്താണ്. സത്യം. വിജയിക്കട്ടെ അല്ലേ? കിട്ടിയാ ഊട്ടി അല്ലേ? സിനിമയൊക്കെ കാണുമോ താങ്കള്? ഇപ്പൊ കുറെ കാലം ഇടക്കൊക്കെ കാണാറുണ്ട്. മലയാള സിനിമകളൊക്കെ കാണുമോ? മലയാള സിനിമ മമ്മൂട്ടിന്റെ ഒക്കെ നന്നായിട്ട് കാണും. മമ്മൂട്ടി ഫാനാണോ താങ്കൾ? അങ്ങനെ ഫാനല്ല, എല്ലാ നടന്മാരും ഇഷ്ടമാണ്. ആണല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫാനൊന്നും ഇല്ല നമുക്ക്. നല്ല പടം വന്നാൽ കാണും. അവിടെ ലക്ഷദ്വീപിൽ വരുന്നുണ്ടോ സിനിമകളൊക്കെ? സിനിമ മൊബൈലിലൂടെയും അങ്ങനെയാണ്. തിയേറ്ററില്ല? ഇല്ല, തിയേറ്ററില്ല. സിനിമ കാണാൻ തിയേറ്റർ കെട്ടിയാലും ഭാവിയിൽ ആൾക്കാർ വരുമോ? ഇല്ല, അത്ര കുറച്ച് ആളുകൾ ഒരു ദിവസം ഓടിയാൽ രണ്ടാമത്തെ ദിവസം പിന്നെ ആ തിയേറ്റർ പൂട്ടി വെക്കേണ്ടി വരും. അത്ര ആൾക്കാരല്ലേ ഉള്ളു കാണാൻ. അതുകൊണ്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലേ? അതാണ് പ്രശ്നം. അപ്പൊ ഓപ്ഷൻ ബി സൗത്ത് ആഫ്രിക്ക ഞാൻ ലോക്ക് ചെയ്തു. അപ്പൊ 1 ലക്ഷം രൂപയുടെ ചോദ്യമായിരുന്നു. ഉത്തരം ശരിയാണ്. ടെൻഷനായിരുന്നു? ഇല്ല, ഇത്രയും അവിടെ എത്തിയിട്ട് തോൽക്കുന്നു പറഞ്ഞപ്പോ ഒരു ചെറിയ ടെൻഷൻ കയറി. ആണ്? വേണ്ട, അങ്ങോട്ട് പോകുന്തോറും ചെറിയ ടെൻഷൻ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ? അങ്ങോട്ട് നേരത്തെ വളരെ ഈസി, പൊട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റൈലായിരുന്നു. ഇപ്പൊ കുറച്ചൊരു ടെൻഷനായി. നന്നായി. ഇത്തിരി ടെൻഷൻ ഉള്ളത് നല്ലതാ അല്ലേ? ടെൻഷൻ ജീവിതത്തിൽ കുറെ അടിച്ചു. അതുകൊണ്ട് ടെൻഷൻ അടിച്ചു അല്ലേ? ടെൻഷൻ ടെൻഷൻ അടിച്ച് എന്ത് കാര്യത്തിലാ? വിദ്യാഭ്യാസ കാലത്തില് പരാജയപ്പെടുന്ന കാലഘട്ടത്തിലൊക്കെ എല്ലാരും ജയിക്കുമ്പോ ഞാൻ തോൽക്കുമ്പോ ഒക്കെ ഭയങ്കര സങ്കടത്തിലാണ്. താങ്കളെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞ അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കും എന്നുള്ളതാണ്. അതന്നെ നല്ലൊരു കണ്ടുപിടുത്തമാണല്ലോ. നെഗറ്റീവ് എങ്ങനെയാ അത്? അല്ല, ആളുകൾക്ക് പറയാനുള്ളത് നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവ് അല്ലല്ലോ. എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് വെച്ചിട്ട് ആൾക്കാർ ടാർഗറ്റ് ചെയ്യും. അവനെ ഒരു നെഗറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ് സമൂഹം ചെയ്യുന്നത്. മൊത്തത്തില് എല്ലാവരുടെയും കുറ്റപ്പെടുത്തുന്നല്ല, അനുഭവത്തിന് വിളിച്ചത് പറഞ്ഞാൽ. ഈ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകുമ്പോൾ താങ്കൾ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, എല്ലാരും എന്നെയാ നോക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിങ്ങളെ ആരും നോക്കുന്നില്ല. അതുണ്ട്. അതിന് എന്റെ സ്വയം എന്താ പറയുക അഹങ്കാരമാണ്. എന്നെ എല്ലാരും നോക്കുന്നുള്ള അഹങ്കാരം എനിക്ക് എപ്പോഴും ഉണ്ട്. ആ അഭിമാനത്തോടെ നമ്മൾ സംസാരിക്കുന്നത്. അഭിമാനത്തോടെ, നല്ല അഭിമാനം. എല്ലാരും നോക്കുന്നുണ്ട്.
എല്ലാവരും നോക്കാൻ വേണ്ടി ചെത്തി മിനിങ്ങി പോകുമ്പോൾ ഞാനൊന്നും ചെത്താതെ സാധാരണ ഇപ്പൊ മുടി ചീകൽ പോലെ ഇപ്പൊ ഈ പരിപാടിക്ക് വരുമ്പോ അങ്ങനെ ചീകൽ സാറിന് മുടി ചെയ്യാറൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. പറന്ന് കിടന്നാലും ആൾക്കാർ നമ്മളെ നോക്കും, നമ്മളെ നോക്കും അല്ലേ? ആ. ഇനി ലോജിക് ക്വിസ് ടൈം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോജിക് ക്വിസ് ടൈമിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം അതാണ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ സ്വർണത്തിന്റെ GST നിരക്ക് എത്ര ശതമാനം? ഇതായിരുന്നു ചോദ്യം. 3% സ്വർണത്തിന്റെ നിലവിലെ GST നിരക്ക്. അതാണ് ശരി ഉത്തരം. ശരി ഉത്തരം അയച്ചവരിൽ നിന്ന് ലോജിക് ക്വിസ് ടൈം വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട്ടെ ഷിവാന P ആണ്. ഷിവാന, കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഇന്നത്തെ ചോദ്യം. ഒരു മേലുദ്യോഗസ്ഥന് ഫലപ്രദമായി മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ജീവനക്കാരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ സ്കാലർ ചെയിൻ, ഓപ്ഷൻ ബി ഗാങ് പ്ലാങ്ക്, ഓപ്ഷൻ സി നിയന്ത്രണ പരിധി, ഓപ്ഷൻ ഡി നിയന്ത്രണ ഏകത്വം. ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ്ഡ് by a superior is option A scalar chain, option B gang plank, option C span of control, option D unity of control. ക്വിസിൽ പങ്കെടുക്കുന്ന കൊമേഴ്സ് ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ശരി ഉത്തരം അയച്ചു തരാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയിക്ക് ലോജി സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ CA, CMA, ACCA, CPA തുടങ്ങിയ കോഴ്സുകൾ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരവും ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കും. ലോജിക് സിസ്റ്റമിൽ പങ്കെടുക്കാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരങ്ങൾ അയച്ചു തുടങ്ങൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഈ താങ്കൾക്ക് ഹെലൻ കെല്ലർ അവാർഡ് കിട്ടി. കേരളത്തിൽ താങ്കൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? താങ്കൾ മാത്രമായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. എന്റെ ഓർമ്മ ശരിയാണ്, ഒരു ടിഫാൻ ഇബറ എന്ന് പറഞ്ഞ ഒരു മലയാളിയല്ല, ഇവിടെ വന്ന് സെറ്റിലായ ഒരു ലേഡി കിട്ടിയിട്ടുണ്ട് 1-2 തവണ. ബാക്കി ആർക്കും കിട്ടിയില്ല എന്നാണ് ഞാൻ ലിസ്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായത്. അതെങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ കേരളത്തിൽ നിന്നും വരാതെ ആയിപ്പോയത് എന്താണെന്ന് ചിലപ്പോൾ ടിഫാനി കുട്ടി ഇവിടെ ഒന്ന് മത്സരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള കുട്ടിയല്ലേ? തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുണ്ട്. കണ്ണ് അതെ കണ്ണ് കാണാൻ ഹെലൻ കെല്ലർ അവാർഡിയാണ്. ബിഫോർ കോവിഡിന് മുമ്പ് 2 തവണ. ഓക്കെ, അവര് ശുദ്ധ മലയാളി തന്നെയാ. ശരിക്കും മലയാളിയല്ല, ജനിച്ചതും വളർന്നതും ഒന്നും അവിടെ അല്ല. എനിക്ക് തോന്നുന്ന പഞ്ചാബിലും അവിടെ എവിടെ ജനിച്ചു എന്നാ എന്റെ ഓർമ്മ. ശരിയാ. ഇവിടെ വന്ന് ഭയങ്കര പേരുണ്ടാക്കിയിട്ടുണ്ട്. കണ്ടുമുട്ടി. ഞാൻ ഈ അവാർഡ് വാങ്ങുന്നതിന് മുമ്പ് പോയി നേരിട്ട് കണ്ടു. ഈ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. തിരുവനന്തപുരത്ത് പോയി മീറ്റ് ചെയ്തിട്ട് വന്ന. താങ്കൾക്ക് ആരാ ഈ അവാർഡ് തന്നത്? ഒരു നാഷണൽ ഏജൻസി ഉണ്ട്, ഇന്റർനാഷണൽ ടീം. അല്ല, ഞാൻ പറഞ്ഞ ഈ ചിലപ്പം പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ടീമുണ്ട്. ഇന്റർനാഷണൽ ടീമാണ് ഇതിന്റെ ഒരു ശരിക്കും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. 2 lakhs മോണിറ്റർ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ് 2021 ഡിസംബർ വരെ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് എന്നിങ്ങനെ 4 ജില്ലകൾ മാത്രം ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ത്രിപുര. ഗോവ, സിക്കിം, മധ്യപ്രദേശ്, ത്രിപുര. വിജയിച്ചാൽ 2 ലക്ഷം, പിന്മാറിയാൽ 1/2 ലക്ഷം, തെറ്റിയാൽ 2 ഓപ്ഷൻ ഉണ്ടല്ലോ. കുട്ടേട്ടന് ഒരു ഓപ്ഷൻ അല്ലേ? കുട്ടേട്ടന് ഒരു ഓപ്ഷൻ കിടക്കുക. അതെന്തായാലും ചോദിക്കാം. പറ്റിയ സമയമല്ലേ? കുട്ടേട്ടൻ എന്നോട് കുറെ ഇങ്ങോട്ട് ചോദിച്ചല്ലോ, അപ്പൊ ഇനി കുട്ടേട്ടൻ അങ്ങോട്ട് ചോദിക്കാം. യെസ് ബോസ്. ഉമ്മർ ഫറൂഖ്, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ ഗോവ, ബി സിക്കിം, സി മധ്യപ്രദേശ്. അപ്പൊ ഗോവ, സിക്കിം, മധ്യപ്രദേശ് 3 ഉത്തരം കുട്ടേട്ടൻ മഹാമനസ്കനായി തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് 1 തിരഞ്ഞെടുക്കണം. ഞാൻ 2 പ്രതീക്ഷ, അപ്പൊ 3 ആയില്ലേ? അല്ല, അത് 1 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് വാല്യൂ കൂടി അങ്ങനെയാ. ഇപ്പൊ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ സ്കിപ്പ് ചെയ്യാം, അതെപ്പോഴും ചെയ്യാമല്ലോ. അതായത് ഇപ്പൊ താങ്കൾക്ക് അബദ്ധം പറ്റിയാൽ അതായത് 10,000 രൂപ കിട്ടും. അത് തെറ്റിയാൽ അതേസമയം പിൻവാങ്ങിയാൽ താങ്കൾക്ക് 1/2 ലക്ഷം രൂപ കിട്ടും. സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യാം. പരിപാടി പിൻവാങ്ങാം എന്നുള്ളതാണ് താങ്കൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. ഉമ്മർ ഫറൂഖ്, താങ്കൾ ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പൊ 1/2 ലക്ഷം രൂപയുണ്ട് കയ്യില്. ഓക്കെ, ഇനി ഒരു ഉത്തരം ഗസ് ചെയ്ത് പറയൂ. സിക്കിം. കറക്റ്റ് ആയിരുന്നു. ഓപ്ഷൻ ബി സിക്കിം ശരിയായ ഉത്തരമായിരുന്നു. സിക്കിം അറിയാമായിരുന്നു, സംശയമായിട്ട്. പക്ഷേ താങ്കൾ പിന്നെ പറയുന്നത് എന്താണ്? സംശയമായി, അതുകൊണ്ടാണ് തെറ്റായി പോയോ വെറുതെ വേണ്ടെന്ന് വെച്ചു. അല്ലെ, താങ്കൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ലാസ്റ്റ് സമയത്ത് ഞാൻ ആത്മവിശ്വാസം കുറച്ച് നിർത്തി. ഇപ്പൊ 1 ലക്ഷത്തിന് അങ്ങോട്ട് പോയപ്പോ ആത്മവിശ്വാസം സാറ് തന്നെ പറഞ്ഞല്ലേ കുറഞ്ഞിട്ടുണ്ടത്, അതുകൊണ്ട് കുറഞ്ഞു പോയി. അപ്പൊ ഈ താങ്കൾക്ക് ഒരു ജോലിയുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് കീഴിലെ ഒരു സ്കൂളിലെ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ താങ്കളുടെ മുഖത്ത് നോക്കി നീ എന്തായാലും രക്ഷപ്പെട്ടു, ഞങ്ങൾ ഭിന്നശേഷിക്കാർ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ്
ക്ലേശങ്ങൾക്ക് നടുവിലാണെന്ന് ആൾക്കാർ പറയുമ്പോൾ താങ്കളെ അത് വല്ലാതെ സങ്കടപ്പെടുത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആൾക്കാർ പരാതി പറയാൻ കാര്യം എന്താണ്? അവരെ രക്ഷപ്പെടാനുള്ള വഴികളൊന്നും, ജോലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജോലി കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം ശരിയാണ്. വിദ്യാഭ്യാസവുമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ജീവനക്കാരിൽ അധിക പോസ്റ്റുകൾ ഹൈ പോസ്റ്റാണ്. അവിടേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ വരാൻ ക്വാളിഫൈഡ് ആവുന്നില്ല. അത് അവരുടെ തെറ്റല്ല, അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട പഠിത്തം കിട്ടാത്തതാണ് അവരുടെ തെറ്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫീലിംഗ്, രക്ഷപ്പെടേണ്ട ആളുകൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന പലരും രക്ഷപ്പെട്ടിട്ടില്ല. അതാണ് എന്നെ വേദനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആക്കുക, അവരെ ഒന്ന് രക്ഷപ്പെടുത്തുക, അതുമാത്രമാണ് എൻ്റെ മുന്നിലുള്ള ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. താങ്കൾ ഈ വലിയ മനസ്സിലെ ജീവിതത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം എന്തോ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ലക്ഷ്യം ലക്ഷദ്വീപിലെ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. എല്ലാ പ്രശ്നങ്ങളും, വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും അവരുടെ ജോലിയായാലും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഇതൊക്കെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ, എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച സാധനം. ഇപ്പോൾ രാജ്യത്തിന് എന്നെ ഒരു അവാർഡൊക്കെ തന്ന് ബഹുമാനിച്ചപ്പോഴും ഞാൻ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേപോലെ രാജ്യത്തിലെ എല്ലാ സ്ഥലത്തേക്കും പോയി ഭിന്നശേഷിക്കാരെ കാണാനുള്ളൊരു മൂവ്മെൻറ്റ് കേരളത്തിലെ എല്ലാ സംഘടനകളെയും യോജിപ്പിച്ചുള്ള മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വഴിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഘടനകളെയും ഒരു പാർട്ടിയോ ഭേദമില്ലാതെ റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അത് വലിയൊരു ടാസ്ക്കാണ്. പേപ്പറിലാണുള്ളത്. അത് രാജ്യത്ത് മൊത്തം ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതാണ് ലക്ഷ്യം. അതിനെ എല്ലാവരെയും, രാഷ്ട്രീയവും മതമോ അവരുടെ ജാതിയോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഒന്നിക്കുക. അതിൻ്റെ ആദ്യ വേടുക എന്നുള്ള കേരളത്തിൽ വാട്സപ്പ് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അതിൻ്റെ മൂവ്മെൻ്റ് ഒരു 39 ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ. അപ്പോൾ അതിലൂടെ മറ്റ് കേരളം സെറ്റായി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനത്തിലേക്കും കൂടി മൂവ്മെൻറ്റ് ചെയ്യും. അതിനും കൂടി എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ടും സഹായവും സഹകരണം വേണം എന്ന് മാത്രം പറയുന്നു. ഇപ്പം താങ്കളെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, താങ്കൾക്ക് ഇവിടെ കേരളത്തിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടി, അവസാനം MCOM എടുത്ത് PSMO കോളേജ് തിരൂരങ്ങാടിയാണ്, അപ്പം മർക്കസയിൽ പഠിച്ചു, അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. ഇൻ കേസ് താങ്കൾ കേരളത്തിൽ പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയിരുന്നില്ല, ലക്ഷദ്വീപിൽ തന്നെ പഠിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു താങ്കളുടെ അവസ്ഥ? ഇപ്പോൾ ഞാൻ ഉൾപ്പെടുത്തി കുറേ ആളുകളുടെ സങ്കടം പറഞ്ഞില്ലേ, അവർക്കൊപ്പം ഞാൻ അതേ അനുഭവത്തിൽ അതേ ഫീലിങ്ങിലുണ്ടാവുമായിരുന്നു. എൻ്റെ പഠിത്തമാണ് എൻ്റെ ചാനൽ ചെയ്തത്, എന്നെ വിജയത്തിലേക്ക് എത്തിച്ച ഒരു പോയിന്റ് പഠനമാണ്. അത് പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റിലേക്കും ഈ ലെവലിലേക്ക് എത്തിയതും ഈ സോഷ്യൽ വർക്കിലേക്ക് ഇടപെടൽ നടത്തിയതും ഇടപെടാനുള്ള അവസരങ്ങളുണ്ടായതും ഒക്കെ പഠിത്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ പൊതുസമൂഹത്തോടും രാജ്യത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരോടും അവരുടെ രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളത്, അവരെ പഠിപ്പിക്കുക. അവരിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും, അത് കണ്ടെത്തി അതിനുള്ള ഉണ്ടാക്കുക. അവരുടെ അല്ലെങ്കിൽ എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന ഒരു വേവലാതി ഇവിടെയുള്ള പല പാരൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ വേവലാതി. അവർ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയോ ഉപ്പയോ നോക്കുന്നത് പോലെ ഒരാളും നോക്കില്ല, ഉറപ്പാണ്. ഒരു കാര്യം കൂടി, താങ്കൾ ഈ ഒരു തവണ 20 എക്സ്റേ എടുത്തു എന്ന് കേട്ടു. എന്തിനായിരുന്നു അത്? അത് മർക്കസിൽ പഠിക്കുമ്പോൾ അത് ആക്സിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വീണാൽ പെട്ടെന്ന് ഇവിടെയൊക്കെ പൊട്ടിയത് കാണുന്നില്ലേ, അപ്പോൾ വീണ് പൊട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു 99-98 കറക്റ്റ്. അപ്പോൾ പോയപ്പോൾ അവര് ആക്ച്വലി വീണതിനെല്ലാം എടുത്തത് അവർ പഠിക്കാൻ വേണ്ടി എടുത്താണ്, അത് പിന്നെയാണ് അറിഞ്ഞത്. അങ്ങനെ എടുത്തിരുന്നു എക്സ്റേ. എന്തോ ഒരു കാര്യം ചോദിക്കാനുണ്ട് നമ്മൾ മത്സരം അവസാനിക്കുമ്പോൾ. ഉമ്മർ ഫറൂഖ്, ലക്ഷദ്വീപിലെ കവരത്തി എന്ന ദ്വീപ്, അവിടെ കാക്കകളില്ല എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, ആ ദ്വീപിന് വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾ പ്രസവിക്കാനായി മാത്രം ഈ ദ്വീപിലേക്ക് എത്തും. എന്താണ് അതിന്റെ കാരണം? അതറിയാമോ? ഞാൻ അതുമായി ബന്ധപ്പെട്ട് മുമ്പ് മുഹമ്മദ് കാസിം വലുദാന്റെ ചരിത്രം പറഞ്ഞിരുന്നു. ആ ചരിത്രത്തിന്റെ ഏടുകളിൽ ആ മഹാനുഭാവന്റെ ചരിത്രത്തിൽ ആ മഹാനുഭാവ ഒരു പ്ലേറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ പ്ലേറ്റുമായി ബന്ധപ്പെട്ട ഖുർആനിക സൂക്തം കണ്ട് പ്രസവിക്കുന്ന ഒരു ദ്വീപിലെ ഒരു പഴയകാലം, അന്നത്തെ ഡോക്ടേഴ്സ് ഇല്ല, നാടൻ ചികിത്സാ രീതികൾ, ആ ചികിത്സാ രീതികൾ ഭാഗമാണ് കാസിം വലുദാന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് കാലം മാറി, ടെക്നോളജി മാറി, എല്ലാവരും സിസേറിയന്റെ ലെവലിലേക്കും ഉള്ള അവിടെ പ്രസവിക്കുമ്പോൾ പ്രസവവേദന കാണില്ല. ഇല്ല, ഒരു കാലം ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, ഇന്നും വിശ്വസിക്കുന്നവർക്കുണ്ട്. ഒരു കാലം മുമ്പുണ്ടായിരുന്നു, അന്ന് വിശ്വസിച്ചവരും പ്രസവിച്ചവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. അനുഭവിച്ചും കേട്ടറിഞ്ഞും എനിക്കുണ്ട് അനുഭവം. അത് മഹാന്റെ ചരിത്രമാണ്. കാക്കയുടെ ചരിത്രം അത് തന്നെയാണ്. കാക്ക അവിടെ എത്ര കാക്കനെ കൊണ്ടുപോയിട്ടാലും അവിടുത്തെ ആ ആവാസ വ്യവസ്ഥക്ക് അവിടെയൊക്കെ ശ്വസിക്കാൻ പറ്റുന്നില്ല, ചത്തുപോകുന്നു. കാക്ക അവിടെ ഇല്ല. ഒരു ദ്വീപിലില്ലല്ലോ കാക്ക.
ഇല്ല എന്റെ ദ്വീപിലൊക്കെ ഉണ്ട്, ആന്ധ്രത്തിലൊക്കെ ഉണ്ട്. ആന്ധ്രത്തിലുണ്ടോ? ആന്ധ്രത്തിലുണ്ട്. മിനിക്കോയിലില്ല. മിനിക്കോയിലില്ല, പല ദ്വീപിലുണ്ട്. ഓക്കെ. ഈ കവറത്തിയിലില്ലാത്തത് ചരിത്രത്തിന്റെ ഇതേ ചരിത്രത്തിന്റെ ഭാഗമായി പറയപ്പെടുന്നു. ആ ചരിത്രം തന്നെയാണ് മുഹമ്മദ് ഖാസിം അലിദാന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതപ്പെട്ടതും അനുഭവിച്ചറിഞ്ഞതിന്റെ ചരിത്രമാണത്. കുട്ടേട്ടാ. ഓക്കെ. താങ്കളുടെ ഭാര്യയുടെ പേരെന്താ? റമീസ് ഋഷ. റമീസ്. ഒരു കുട്ടിയുണ്ടല്ലേ? ഒരു കുട്ടി. എന്താ അയാൾക്ക് എത്ര വയസ്സ് പ്രായമായി? ഇപ്പൊ ഒരു 6 വയസ്സാവാനായി. എന്താ പഠിക്കുകയാണോ? UKG. UKG. പേരെന്താ? ലാമിയ. അപ്പൊ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ പറ്റിയതിൽ. താങ്ക് യു. താങ്കൾ ഇവിടെ വന്നു, ലക്ഷദ്വീപിൽ നിന്ന് ഇവിടെ വരെ വന്നു, ഇതിൽ പങ്കെടുത്തു, മത്സരിച്ചു, ഗംഭീരമായി. വളരെ സന്തോഷം. അപ്പൊ നമുക്കിനി വളരെ ആത്മവിശ്വാസത്തോടെ താങ്കൾ ഇനി മുന്നോട്ട് പോവുക. ഓക്കെ സാർ, താങ്ക് യു. കാരണം താങ്കളുടെ ആത്മവിശ്വാസമാണ് താങ്കളുടെ കരുത്ത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണ ഒരു അവഗണനാ പാത്രമായി മാറാനൊക്കെ സാധ്യതയുണ്ടെങ്കിലും അതിനെയൊക്കെ തൃണവൽഗണിച്ച് അവരെ കൂടി നമ്മുടെ കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ആത്മവിശ്വാസം. ഓക്കെ, താങ്ക് യു. കുട്ടേട്ടാ. ലെവൽ 1. ഉമർ ഫറൂഖ്, താങ്കൾക്കുള്ള ദ്രവ്യം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇത് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ സാർ, താങ്ക് യു. സന്തോഷം. താങ്ക് യു സാർ. നന്നായിരിക്കട്ടെ. കണ്ടുമുട്ടലിൽ സന്തോഷം. വളരെ സന്തോഷം. ഇതിലേ പോയാൽ കപ്പൽ കിട്ടും ലക്ഷദ്വീപിന്. ഓക്കെ, ഇതുവഴി പോവാം. ഓക്കെ. ലക്ഷദ്വീപിലെ ഉമ്മർ ഫറൂഖ് KK ശരിക്കും ഒരു മോഡലാണ്. ഒരുപാട് പേർ മുഖമിടിച്ച് വീഴാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ അദ്ദേഹം ഉയർന്നു പറക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. ഗുഡ് ബൈ.